നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നടൻ ജയസൂര്യയെ ED ചോദ്യം ചെയ്യുകയാണ്. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിലാണ് ചോദ്യം ചെയ്യൽ. സേവ് ബോക്സ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി ജയസൂര്യയ്ക്ക് കരാറുണ്ടായിരുന്നു. നേരത്തെ കമ്പനി ഉടമസ്ഥൻ സ്വാതിക് റഹീമിനെ പോലീസ് അറസ്റ്റും ചെയ്തിരുന്നു. ഡാനി ഇപ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാനി, ജയസൂര്യ എങ്ങനെയാണ് ഇതിൽ പ്രതിയാകുന്നത്? എന്താണ് ഈ കേസിന്റെ വിശദാംശം? എൽദോ, ഇതിൽ സ്വാതിക് റഹീം എന്ന് പറയുന്ന ആളുടെ കീഴിലുള്ളതായിരുന്നു ഈ ഒരു ആപ്പ്, സേവ് ബോക്സ് ആപ്പ്. ഇത് പ്രധാനമായും തന്നെ ഈ ഓൺലൈൻ ട്രേഡിംഗ്, അതോടൊപ്പം തന്നെ ഈ ഓൺലൈൻ ലേല ആപ്പ് എന്ന രീതിയിലുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്രാഞ്ചൈസികൾ ക്ഷണിച്ചിരുന്നു. ഒരാൾക്ക് മാസം 25 ലക്ഷം രൂപ വരെ ഇതിൽ നിന്ന് അവർക്ക് വരുമാനം ഉണ്ടാകുമെന്നതെല്ലാം തന്നെ പറഞ്ഞു. ഇലക്ട്രോണിക് വസ്തുക്കളെല്ലാം ഇതിൽ നിന്ന് ലേലം ചെയ്തെടുക്കാനായിട്ട് കുറഞ്ഞ വിലയ്ക്ക് ലേലം ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെയാണ് ഇതിൽ വിവിധങ്ങളായ രീതിയിലുള്ള ഇവരുടെ വെഞ്ചേഴ്സ്, ഇനിയും സംരംഭങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സേവ് ബോക്സ് ആപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നു എന്നുള്ളൊരു പ്രതീതി മറ്റുള്ളവരിൽ ജനിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവരെ ഒരു തരത്തിലൊരു ഓഹരി ഉടമകളാക്കി മാറ്റുക തുടങ്ങിയ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരുന്നു നിക്ഷേപങ്ങൾ സ്വീകരിച്ചിരുന്നത്. അതിൽ 2022 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഉടമസ്ഥനെ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്തിരുന്നു. കാരണം അന്ന് പലർക്കും ഈ വാഗ്ദാനം ചെയ്ത തുക കിട്ടിയില്ല, പലരും തട്ടിപ്പിനിരയായെന്നതെല്ലാം തന്നെ സ്ഥിരീകരിച്ചതോടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ അറസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഇതിൽ ജയസൂര്യ എങ്ങനെ ചോദ്യം ചെയ്യുന്നു എന്നതിലേക്ക് വന്നാൽ, ജയസൂര്യ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് പ്രവർത്തിച്ചിരുന്നു. 2019 ഇവരുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയസൂര്യ സഹകരിക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇയാൾക്ക് ഈ സ്വാതിക്കിന് ഈ സിനിമാ താരങ്ങളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇയാൾ ഇടയ്ക്കെങ്കിലും ഇവരുടെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന രീതിയിലെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു. ഇയാൾ 2 സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. കാരണം സിനിമാ താരങ്ങളുമായിട്ടെല്ലാം തന്നെ ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഗൗതമന്റെ രഥം, അതോടൊപ്പം തന്നെ ജാക്ക് ആഞ്ചൽ തുടങ്ങിയ ചിത്രങ്ങളിൽ ഇയാൾ അഭിനയിച്ചിട്ടുള്ളതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ സിനിമാ താരങ്ങളെല്ലാം തന്നെ വളരെ അടുത്ത പരിചയമുണ്ട്. അവരുമായിട്ടെല്ലാം തന്നെ അടുത്ത സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനെല്ലാം തന്നെ ഇയാൾക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ, ഇയാളുടെ സൗഹൃദങ്ങളെല്ലാം തന്നെ ഈ ഒരു ബിസിനസ്സിലേക്കും ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ജയസൂര്യം ഇതിന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന രീതിയിലേക്ക് വരികയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജയസൂര്യ ഇതിനു മുൻപ് ഇതിന്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED ഇതിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് ജയസൂര്യ ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ജയസൂര്യ നിലവിൽ ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചിയിലെ ED ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ്. എന്താണ് ഇവരുമായിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നത്, ഏതെല്ലാം കാര്യങ്ങളിൽ ഇവരുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു, ഇവർ പണം കൈമാറിയത് എങ്ങനെയാണ്, ഏത് രീതിയിലാണെന്നതെല്ലാം തന്നെ ചോദിക്കുന്നുണ്ട്. ഒപ്പം നേരത്തെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു ആരോപണം എന്നതെല്ലാം തന്നെ പറയുന്നത് ഈ ബിറ്റ്കോയിൻ മാതൃകയിലുള്ള ചില രീതിയിലുള്ള ഒരു നിക്ഷേപങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിലൂടെ സാധ്യമാകുമെന്നതടക്കമുള്ള വാഗ്ദാനങ്ങളും ഇവരെല്ലാം തന്നെ നൽകിയിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. വലിയ രീതിയിലുള്ള വൻ തുകകൾ ഇതിലൂടെ സമാഹരിക്കാനായിട്ട് കഴിയും, ഈ ഒരു ബിസിനസ്സിലൂടെ സമാഹരിക്കാൻ കഴിയുമെന്നൊരു ഉറപ്പ് നിക്ഷേപകർക്ക് കൊടുത്തിരുന്നു. പലരിൽ നിന്ന് ലക്ഷങ്ങൾ വരെ ഇവർ വാങ്ങിയിട്ടുണ്ട്. തൃശൂർ കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതലായും ഈ ആപ്പിന്റെയും അതോടൊപ്പം തന്നെ ഇതിലേക്ക് ആളുകൾ സ്വീകരിക്കുന്നതുമായ പ്രവർത്തനമെല്ലാം തന്നെ വ്യാപകമായി നടന്നിരുന്നത്. പലപ്പോഴും തന്നെ പല നിക്ഷേപകരും പരാതിയുമായിട്ട് തുടക്ക സമയത്തെല്ലാം തന്നെ എത്തുമ്പോൾ അവരെ പണം കൊടുത്ത പിന്നീട് പറഞ്ഞയക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് പുതിയ ഉപഭോക്താക്കൾ എത്തുമ്പോൾ അല്ലെങ്കിൽ പുതിയ നിക്ഷേപകരെ ഇയാൾക്ക് കണ്ടെത്താൻ കഴിയുമ്പോൾ പരാതിയുമായി വരുന്നവരെ സെറ്റിൽ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഇയാൾ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഈ പരാതിക്കാരെ കുറച്ചു കാലത്തേക്കെങ്കിലും ഒതുക്കി നിർത്താനും രേഖാമൂലമുള്ള പരാതി നൽകിയിൽ നിന്ന് അവരെ മാറ്റി നിർത്താനും എല്ലാം തന്നെ ഇയാൾക്ക് കഴിയുകയും ചെയ്തിരുന്നു. എങ്കിലും 2022 ഇത് പരാതികൾ വ്യാപകമാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഒട്ടനവധി പരാതികൾ ഈ സ്ഥാപനത്തിനെതിരെ, ഈ സേവ് ബോക്സ് ആപ്പിനെതിരെ വരികയും ചെയ്തു. പല പേരുകളിൽ പല സംരംഭങ്ങൾ തുടങ്ങും എന്നതെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ഇവരിൽ നിന്ന് പണം സ്വീകരിച്ചു എന്നതല്ല വാർത്തകൾ വരികയും പരാതികളായി മാറുകയും ചെയ്തതോടെയാണ് ആദ്യത്തെ അറസ്റ്റ് ഉണ്ടാകുന്നത്. ഇതിനുശേഷം ഈ കേസിൽ EDയുടെ ഒരു ഇടപെടൽ കൂടി ഉണ്ടായിരുന്നു. ED ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഹവാല ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ അടക്കം ഇത്തരം വലിയ രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുള്ളതായിട്ട് സംശയം ഉയർന്ന സാഹചര്യത്തിലാണ് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടി പരിശോധനകളിലേക്ക് കടന്നിരുന്നത്. ഇതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ജയസൂര്യ അടക്കം ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ളതും വിശദാംശങ്ങൾ ചോദിക്കുന്നതുമെല്ലാം. കാരണം ഇതിൽ ഏത് രീതിയിലുള്ള ഒരു സഹകരണമായിരുന്നു ഉണ്ടായിരുന്നത്, ഇയാൾക്ക് വലിയ ആളുകളുമായിട്ടെല്ലാം തന്നെ സിനിമാ താരങ്ങളുമായെല്ലാം അടുപ്പമുണ്ടായിരുന്നു എന്നതെല്ലാം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.
നേരത്തെ ഈ സോദക്കിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ കൂടി ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള ഒരു ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കരാർ ഏത് രീതിയിലുള്ള കരാറായിരുന്നു? ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പണം കൈമാറിയിട്ടുണ്ടോ, അതോ ജയസൂര്യ ഇതിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടോ, എന്തായിരുന്നു ഇതിന്റെ റോൾ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിശദമായിട്ട് പരിശോധിക്കുന്നത്. അത് തന്നെയാണ് പ്രശ്നം. ഈ രണ്ടാം തവണയാണ് ജയസൂര്യയെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് ഇതേ കേസിൽ. ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡിനെ എൻഡോഴ്സ് ചെയ്യുക, അതിനുവേണ്ടി അതിപ്പോൾ പലതരത്തിലുള്ള സെലിബ്രിറ്റീസ് ആകാം. അപ്പോൾ അത്തരത്തിലൊരു സിനിമാ താരം, ചലച്ചിത്ര താരം എന്ന തരത്തിൽ ജയസൂര്യയുടെ സാന്നിധ്യത്തെ അത്രമാത്രം സംശയിക്കേണ്ടതില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിൽ ഒരു അസ്വാഭാവികതയില്ലേ? എന്തുകൊണ്ടായിരിക്കാം ജയസൂര്യയെ വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചോദിക്കാൻ വിളിച്ചത്? മറ്റൊന്ന്, ഈ ബ്രാൻഡ് അംബാസിഡർ എൻഡോഴ്സ്മെന്റിനുള്ള ഒരു കരാറിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും സാഹചര്യമുണ്ട് എന്ന് കരുതുന്നുണ്ടോ ED? എൽദോ, ന്യായമായും നമുക്ക് അത്തരം കാര്യങ്ങൾ സംശയിക്കപ്പെടേണ്ടതാണ്. കാരണം എൽദോ പറഞ്ഞതുപോലെ തന്നെ ഇത് രണ്ടാം വട്ടം വിളിപ്പിക്കുന്നു. സാധാരണ ഒരു കരാർ, അതിന്റെ വ്യവസ്ഥകൾ, അത് മാത്രമാണ് താൻ പാലിച്ചിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ആദ്യത്തെ ചോദ്യം ചെയ്യലടക്കം രേഖപ്പെടുത്തി കാണും. അത് ബോധ്യപ്പെടുത്താനുള്ള തെളിവുകളും സമർപ്പിച്ച് കാണും. പക്ഷെ അതിനപ്പുറത്തേക്ക് പിന്നീട് വിളിച്ചു വരുത്തുന്നു, വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നതെല്ലാം തന്നെ പറയുമ്പോൾ ഇതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടുകയായിരിക്കാം. ഒരുപക്ഷെ പല ചടങ്ങുകളിലടക്കം പങ്കെടുത്തു എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. മാത്രവുമല്ല, ജയസൂര്യയുടെ ഒരു മുഖമെല്ലാം തന്നെ വളരെ കാര്യമായിട്ട് ഇതിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കരാറിന് പുറത്ത് മറ്റെന്തെങ്കിലും ഇടപാടുകളുണ്ടോ? ഒരുപക്ഷെ ഈ ജയസൂര്യ അടക്കം ഈ നിക്ഷേപമായിട്ട് പണം വാങ്ങിച്ചിട്ടുണ്ടോ? എന്തായിരുന്നു ജയസൂര്യയ്ക്ക് ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡ് അംബാസിഡർ എന്നതിനപ്പുറം ഉള്ള ഒരു ഇടപാടുകൾ ഉണ്ടായിട്ടുള്ളതായിട്ട് EDക്ക് അങ്ങനെ ചില സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യുക, അത് മനസ്സിലാക്കുക എന്ന് തന്നെയാണ് ഈ ചോദ്യം ചെയ്യലിന്റെ ഉദ്ദേശം. ഒരു സംശയവുമില്ല. കാരണം ഇതിനു മുൻപായിട്ട് ആദ്യം ചോദ്യം ചെയ്തതിന് പോയതോൾ അതിൽ നിന്ന് ലഭിച്ച വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും ചേർത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രണ്ടാമതും വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് EDക്ക് മനസ്സിലാകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ ഉച്ചയോടുകൂടിയാണ് ജയസൂര്യയുടെ ഇവിടേക്ക് എത്തിച്ചേരാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ തുടരുകയാണ്. സെയ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ ജയസൂര്യയുടെ വീണ്ടും ചോദ്യം ചെയ്യലിനായി ED വിളിപ്പിച്ചത്. അതൊരു ലേലത്തിലൂടെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഉൾപ്പെടെ സ്വന്തമാക്കാമെന്നുള്ളതായിരുന്നു ആ കമ്പനിയുടെ ആദ്യഘട്ടത്തിലുള്ള അവകാശവാദം. ഇതിൻ്റെ ഫ്രാഞ്ചൈസികൾ തുടങ്ങാനായി പലരിൽ നിന്ന് ലക്ഷങ്ങൾ ഈ സാത്വിക് റഹീം തട്ടിയെടുത്തു എന്നുള്ളതാണ് കേസ്. എന്നാണെങ്കിലും അതിൽ ചോദ്യം ചെയ്യൽ നടത്തിയിരിക്കുന്നു. ഇപ്പോൾ ബ്രാൻഡ് അംബാസഡറാണ് ജയസൂര്യ. അതിനുമപ്പുറത്തേക്ക് ഒരു കണക്ഷൻ അവിടെ ഉണ്ടോ എന്നുള്ള പരിശോധന സ്വാഭാവികമായിട്ടുമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഡാനി പോൾ പറഞ്ഞതുപോലെ ഒരു ബ്രാൻഡ് എൻഡോഴ്സ്മെന്റിനപ്പുറത്തേക്ക് ജയസൂര്യയുടെ ചോദ്യം ചെയ്യലിൽ മറ്റു മാനങ്ങളുണ്ടോ എന്നുള്ളതാണ് എനിക്ക് കാത്തിരുന്ന് അറിയേണ്ടത്. കൂടുതൽ വിവരങ്ങൾ ഇതിൽ അറിയണം എന്നുള്ളതാണ് അറിയേണ്ടത്. ഓക്കെ ഡാനി, ഇനി ഇദ്ദേഹത്തിന് ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ സാത്വിക്. മാത്രമല്ല സിനിമാ താരങ്ങളുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ചും ഡാനി പറഞ്ഞു. ഇനി ഇതിനിടയിൽ മറ്റ് ഈ വാർത്തകൾ തേടി പോകുമ്പോൾ നമ്മൾ കാണുന്നത് മറ്റേതൊരു പരിപാടിയിൽ പഴയ ബോക്സിൽ ഐഫോണിൻ്റെ പഴയ പതിപ്പ്, പുതിയൊരു ബോക്സിൽ ഐഫോണിൻ്റെ പഴയ പതിപ്പ് സമ്മാനമായി നൽകി അങ്ങനെ ചില തട്ടിപ്പൊക്കെ നടത്തിയ ആൾ കൂടിയാണെന്നൊക്കെ പറയപ്പെടുന്നു. എന്താണെങ്കിലും ഈ എത്രത്തോളം പേർ ഇങ്ങനെ ഈ തട്ടിപ്പിനിരയായിട്ടുണ്ട്? കാരണം ഒരു ഫ്രാഞ്ചൈസി തുടങ്ങാൻ ലക്ഷങ്ങൾ വാങ്ങുന്നു, ഏതാണ്ട് പ്രതിമാസം 25 ലക്ഷം രൂപയോളം വരുമാനം നൽകുമെന്നൊക്കെ പറഞ്ഞു പറ്റിച്ചാണ് ഇയാൾ ആളുകളെ വല വീശി പിടിച്ചിരുന്നത്. അപ്പോൾ അതിൽ വീണുപോയ ഒരുപാട് പേരുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം നിരവധി പേര് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്ക് നിക്ഷേപം നൽകിയിട്ടുണ്ട്. അങ്ങനെ പലരും തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്ന് പറയുന്നു. ഈ സ്വാതക്കിന്റെ ഒരു പരിപാടി എന്ന് പറയുന്നതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനിമാ താരങ്ങൾക്ക് ഈ ഐഫോണുകളടക്കം സമ്മാനം നൽകുകയും പിന്നീട് അത് പരാതിയായി വരികയും ചെയ്തു. പഴയ ആ ഫോണുകളായിരുന്നു പുതിയ കവറിലിട്ട് നൽകി അത്തരം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. അത് മാത്രവുമല്ല, അതിനു മുൻപ് വീണ്ടും ചില കേസുകൾ 2022 മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരു രീതിയിലായിരുന്നു. ഈ സ്റ്റുഡിയോകളിൽ നിന്ന് ക്യാമറകൾ റെന്റിനെടുക്കുന്നു. ഈ ക്യാമറകൾ പിന്നീട് അവിടെ തിരിച്ചു കൊടുക്കാതെ അവിടെ നിന്ന് മുങ്ങുന്നു. അപ്പോൾ ഈ സ്റ്റുഡിയോ ഉടമകൾ നൽകിയ ഒരു പരാതിയുടെ പേരിലായിരുന്നു ആദ്യ കേസുണ്ടായിരുന്നതായിട്ട് പറയുന്നു. അങ്ങനെ ഈ തട്ടിപ്പുകളുടെ ഒരു പരമ്പര തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ട്രാക്ക് ഉള്ള ഒരാൾ ഈ ഒരു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ മറ്റ് സിനിമാ താരങ്ങളടക്കം പാലിക്കേണ്ട ഒരു കരുതൽ ഇവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനെന്താണ് ആ കാരണം എന്നതാണ് പരിശോധിക്കുകയും ചെയ്യുന്നത്. കാരണം ഈ രീതിയിൽ
ഉള്ള ഒരു ആളുമായിട്ട് എന്ത് ബന്ധം? സിനിമാ താരങ്ങളെ അടക്കം വലിയ രീതിയിൽ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇയാൾ 2 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ചില സിനിമകളുടെ പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുമപ്പുറം ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന രീതിയിൽ പല സിനിമാ താരങ്ങളുടെ അടുത്ത ബന്ധം സ്ഥാപിക്കുകയും വലിയ രീതിയിൽ വാക്ചാതുര്യമുള്ള ഒരാളായിട്ടൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയും ഈ ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇതെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത് ഈ ബ്രാൻഡ് അംബാസിഡറെ അടക്കം ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കേസ് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിലവിലുള്ള കരാർ വ്യവസ്ഥകൾക്കപ്പുറം എന്തടുപ്പമുണ്ടായിരുന്നു, ഏത് രീതിയിലാണ് ഇതിലേക്ക് ഇടപെട്ടിരുന്നത്, ഇതിൽ കരാറിൽ നിക്ഷേപമായിട്ട് പണം നൽകിയിട്ടുണ്ടോ, അത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇയാൾ ഈ ബ്രാൻഡ് അംബാസിഡർ? തീർച്ചയായും ജയസൂര്യയ്ക്ക് ഒരു താരമൂല്യമുണ്ട്, പണം നൽകേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് ആ പണം കൈമാറിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ വിവരങ്ങൾ നൽകിയത്. ജയസൂര്യയെ ചോദ്യം ചെയ്തു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസ്. വി കെ പ്രശാന്ത് MLA ഓഫീസായി തിരുവനന്തപുരം നഗരസഭാ കെട്ടിടം ഉപയോഗിക്കുന്നതിൽ വിവാദം അത് അവസാനിക്കുന്നില്ല. ആ ശ്രീലേഖ തുടങ്ങിവെച്ച വിവാദം കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. MLA ഹോസ്റ്റലിൽ 2 മുറിയുള്ള പ്രശാന്ത് കോർപ്പറേഷൻ കെട്ടിടം ഒഴിയണമെന്ന് KS ശബരിനാഥൻ ആവശ്യപ്പെട്ടു. MLA ഹോസ്റ്റലിലെ നീള ബ്ലോക്കിൽ 31, 32 എന്നുള്ള 2 മുറികൾ ശ്രീ വി കെ പ്രശാന്ത് MLAക്കുണ്ട്. ഇപ്പോൾ MLAമാർക്ക് എല്ലാം താമസിക്കാനുള്ള ഓഫീസ് സൗകര്യമാണ് MLA ഹോസ്റ്റലുള്ളതെന്ന് ശ്രീ പ്രശാന്ത് പറയുന്നത് കേട്ടു. പക്ഷെ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഈ MLA ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴി വാർഡിലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഒരു പകുതിയോളം വാർഡുകൾക്കുള്ള ഏറ്റവും ആക്സസ് ഉള്ള സ്ഥലത്താണ്. ആ MLA ഹോസ്റ്റലിലെ മുറികളിൽ കമ്പ്യൂട്ടറുണ്ട്, പ്രിന്ററുണ്ട്, വാഹന സൗകര്യമുണ്ട്. 2 മുറിയാണുള്ളത്. അപ്പോൾ ആ മുറി എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഉപയോഗിച്ചുകൂടാന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. അത് ചോദിച്ചപ്പം ഉടനെ സംഘിപ്പട്ടം ചാർത്താനും BJP സഹായിക്കാന്ന് പറയുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല, വിഷയാധിഷ്ഠമായിട്ടുള്ള നിലപാടാണ്. എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. ഈ 31, 32 നമ്പർ നിളയിലെ മുറികളിൽ വേറെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? MLA അങ്ങോട്ട് പോകാറുണ്ടോ? അത് വേറെ ഏതെങ്കിലും സ്റ്റാഫോ ആൾക്കാരോ ഒക്കെയാണോ താമസിക്കുന്നത്? അത് നികുതി പണമല്ലേ? ഞാൻ പറയുന്നത് എല്ലാ കൌൺസിലേഴ്സ്, അത് കോൺഗ്രസ് ആകട്ടെ, CPM ആവട്ടെ, BJP ആവട്ടെ, പരിമിതമായിട്ടുള്ള സാഹചര്യത്തിലുള്ള കൌൺസിൽ ഓഫീസിൽ ഉള്ള സംവിധാനം അവരുടെ തന്നെ LDF കൌൺസിലുള്ള സമയത്ത് ഉണ്ടാക്കിയത് കൌൺസിലേഴ്സിന് വിട്ടുകൊടുക്കണം. ഈ വിഷയത്തിലൊരു കോൺട്രാക്ട് എന്തായാലും നഗരസഭയായിട്ടുണ്ടോ? നഗരസഭ കെ മുരളീധരൻ വിഷയത്തിൽ പ്രതികരിച്ചു. അത് പറഞ്ഞത് മുറി ഒഴിയണോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രശാന്ത് ആണെന്നായിരുന്നു മുരളീധരന്റെ പ്രതികരണം. അല്ല, അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം. അത് ഒഴിയാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ MLA ക്വാർട്ടേഴ്സിലെ മുറികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട. അത് MLAമാർക്കുള്ളതാണ് MLA ക്വാർട്ടേഴ്സ്. അതെനിക്ക് അറിഞ്ഞുകൂടാ. അതുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു ഓഫീസിന്റെ ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്, ഇതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണല്ലോ. എന്റെ അതേ ഇഷ്ടം തന്നെ മറ്റുള്ളവരും ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. ഒരു പ്രയാസം ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ 8 കൊല്ലം അവിടെ ഇരുന്നതല്ലേ. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള CPM നേതാക്കന്മാരോടൊന്ന് ചോദിച്ചു നോക്കും, അവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നെ വന്ന് കാണാൻ. അവരൊക്കെ എന്നെ വന്ന്, ഞാൻ പാർട്ടി നോക്കാറില്ലല്ലോ. ഞാൻ അങ്ങനെയല്ലേ 8 വർഷം കൊണ്ടുപോയത്. ഞാൻ വട്ടിയൂർക്കാവ് എന്റെ വീട് പോലെയാണ് നോക്കിയത്. അല്ല, അതൊക്കെ അവരുടെ വഴി. അത് ഞാൻ കൌൺസിലറും MLAയുടെ വഴക്കിൽ ഞാൻ തലയിടുന്നില്ല. ഞാനുള്ളപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത്രേ എനിക്ക് പറയാൻ പറ്റും. കോൺഗ്രസുകാർ BJPയുടെ അജണ്ട ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണെന്നായിരുന്നു പ്രശാന്തിന്റെ മറുപടി. ശബരിനാഥൻ BJPക്ക് കുടപിടിക്കുകയാണെന്നും പ്രശാന്ത് ആരോപിച്ചു. നിയമപരമായിട്ടുള്ള കാലാവധി ഞങ്ങൾക്കുണ്ട്, അതിനുള്ള തുക നമ്മൾ ഒടുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുവരെ യാതൊരുവിധ നിയമ തടസ്സവും ഇവിടെ തുടരുന്നതിനില്ല. ഇപ്പോൾ 850 രൂപയാണ് വാടക, അത് കുറഞ്ഞുപോയി എന്നാണ് BJPയുടെയും കോൺഗ്രസിന്റെയും ആക്ഷേപമെങ്കിൽ നിങ്ങൾ വാടക വർദ്ധിപ്പിക്കും. ആ വർദ്ധിപ്പിച്ച വാടക തരാൻ ഞങ്ങൾ തയ്യാറാണ്. MLAയുടെ കെട്ടിടം ഒഴിപ്പിക്കുമെന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ടില്ല എന്നാണ് മേയർ VV രാജേഷിന്റെ പ്രതികരണം. MLA ഓഫീസിന്റെ വാടക കരാർ പരിശോധിക്കുകയാണ്. എത്ര രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പരിശോധിക്കും. കൊമേഴ്സ്യൽ ബിൽഡിംഗുകളിൽ സാധാരണ കിട്ടേണ്ട ഡെപ്പോസിറ്റും വാടകയും കിട്ടണമെന്നും രാജേഷ് പറഞ്ഞു. ഞാൻ ആ വാടക കരാർ പരിശോധിച്ചതിന് ശേഷം, അതായത് ആ കരാർ കൊണ്ട് കോപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കരാർ, ആ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അതിന്റെ മറുപടി പറയാം. അതിന് കാലാവധി ഉണ്ടോ, എന്താണ് അവസ്ഥ, എത്ര രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ കേട്ടറിവിന്റെ അടിസ്ഥാനത്തിലാണ് എമൗണ്ട് ഇന്നലെ പറഞ്ഞത്. രേഖകൾ ഇന്നലെ പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല. സെക്രട്ടറി രാവിലെ എന്നെ വിളിച്ചിട്ട്, അതുമാത്രമല്ല പല കാര്യങ്ങളുടെയും ഡിസ്കഷൻ നടക്കുകയാണ്. ആ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അതിൽ പ്രതികരിച്ചു. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ആര് ചെയ്തു? അങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ? കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
സാരംഗ് സുധാകരൻ വിശദാംശങ്ങളായി ചേരുന്നുണ്ട്. സാരംഗ്, ഇതിപ്പോൾ ഈ കെട്ടിടത്തിന്റെ പേരിലുണ്ടായ ചർച്ചകൾ, അത് വലിയ വിവാദം, അത് ഇങ്ങനെ തുടരുകയാണല്ലോ. കൂടുതൽ പേർ അത് ഏറ്റെടുക്കുന്നു. ഇപ്പോൾ കോൺഗ്രസും അത്തരത്തിൽ ഏറ്റെടുക്കുമ്പോൾ ഇപ്പോൾ ശബരിനാഥൻ ഉന്നയിച്ച ചോദ്യങ്ങളിൽ പ്രധാനം ഈ 31-32 ആ റൂമുകൾ, MLA ഹോസ്റ്റലിലെ ആ റൂമുകളിൽ പ്രശാന്ത് പോകാറുണ്ടോ, അവിടെ ആരാണ് താമസിക്കുന്നത്, അത്തരം കുറേ ചോദ്യങ്ങളുണ്ടല്ലോ. ഇതിനൊക്കെ മറുപടി നൽകിയിരുന്നോ പ്രശാന്ത്? എന്തോ ഈ ഒരു കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് തന്നെ വി.കെ. പ്രശാന്ത് എടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു മുറിയിൽ, അതായത് നിള ബ്ലോക്കിലെ 31-32 മുറിയിൽ മറ്റാവശ്യങ്ങൾക്ക് അടക്കം, അതായത് പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്കടക്കം, അതായത് ഈ ഒരു PA-മാർക്കടക്കം താമസിക്കാനുള്ളൊരു സൗകര്യം ഒരുക്കി നൽകാറുണ്ട് എന്ന് തുറന്നു സമ്മതിക്കുകയായിരുന്നു വി.കെ. പ്രശാന്ത്. പക്ഷേ അത് കാലങ്ങളായി, അത് താനായിട്ട് ചെയ്തു തുടങ്ങിയ ഒരു സംഭവമല്ല. കാലങ്ങളായി MLA ഹോസ്റ്റലിൽ അങ്ങനെ ഒരു പതിവ് തന്നെയാണ്. കാരണം ഒരു വട്ടിയൂർക്കാവിലാണ് MLA ഹോസ്റ്റൽ നിലനിൽക്കുന്നത്. പക്ഷേ കേരളത്തിലുടനീളമുള്ള MLA-മാർ ഇവിടെ നിയമസഭാ സമ്മേളനത്തിന് വരുന്ന സമയത്ത് അല്ലാതെ ഇത് ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു മറ്റ് പല ആവശ്യങ്ങൾക്കുമായി വരുന്ന PA-മാരായിക്കോട്ടെ, അങ്ങനത്തെ ആൾക്കാർ അവിടെ തങ്ങുന്നു എന്ന തരത്തിൽ തന്നെ സ്ഥിരീകരണം വി.കെ. പ്രശാന്ത് തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വട്ടിയൂർക്കാവിൻ്റെ ഏറ്റവും സുഗമമായ ഭരണ സംവിധാനം അല്ലെങ്കിൽ ഒരു പ്രവർത്തനങ്ങളിലേക്ക് കടക്കണമെങ്കിൽ അവിടെ ആ ഓഫീസിൽ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ സുഗമമായി നടത്താൻ കഴിയും. കാരണം 5 വർഷത്തിലേറെയായി ഇപ്പോൾ അവിടെ തന്നെ തുടരുന്നു. ഒപ്പം ജനങ്ങൾക്ക് എത്രയും എളുപ്പത്തിൽ വന്നു ചേരാനുള്ളൊരു സ്ഥലമാണ്. MLA ഹോസ്റ്റലാണെന്നുണ്ടെങ്കിൽ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ട് എന്നൊക്കെ ആയിരുന്നു വി.കെ. പ്രശാന്ത് പ്രതികരിച്ചത്. പക്ഷേ ഇതിനൊരു മറുപടിയായി ശബരിനാഥും ഒപ്പം തന്നെ കെ മുരളീധരനും പ്രതികരിച്ചത് ഇതേപോലെയുള്ള MLA ഹോസ്റ്റലിൽ തന്നെയാണ് തങ്ങളും അതേപോലെ തന്നെ തങ്ങളുടെ പാർട്ടി പ്രവർത്തകർ, അതായത് മുൻപ് MLA ആയവരടക്കം പ്രവർത്തിച്ചിരുന്നത്. അതായത് ഈ MLA ഹോസ്റ്റലിൽ ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇതിനു മുൻപ് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ തുടരുന്നതിന് ബുദ്ധിമുട്ടില്ല. അനാവശ്യമായ ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ട കാര്യവുമില്ല. കാരണം ഇത്തരത്തിൽ ഒരു വട്ടിയൂർക്കാവിൽ തന്നെയാണ് MLA ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ സുഗമമായി നടത്താൻ കഴിയുന്നൊരു സംഭവമാണ്. വെറുതെ ഇത്തരത്തിലൊരു അനാവശ്യ വിവാദം എന്തിനാണ്? പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ ഒരു 2 ഓഫീസ് മുറി ആയിക്കോട്ടെ, കൗൺസിലറുടെ ഓഫീസ് മുറി ആയിക്കോട്ടെ, ഒപ്പം MLA-യുടെ ഓഫീസ് മുറി ആയിക്കോട്ടെ, രണ്ടിലും സ്ഥലപരിമിതിയുണ്ട്. കുറച്ച് വലിയ മുറി എന്ന് പറയുന്നത് MLA-യുടെ ആണെങ്കിൽ പോലും അവിടെയും ഒരുപാട് പേർക്ക് കാത്തു നിൽക്കാനോ മറ്റും ഉള്ള സൗകര്യങ്ങളില്ല. ഒരു പരിമിതമായ സൗകര്യത്തിൽ തന്നെയാണ് 2 മുറികളും പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ ഒരു MLA ഉപയോഗിക്കുന്ന മുറിയിനേക്കാളും ചെറുതാണ് കൗൺസിലർ മുറി. മാത്രമല്ല ഈ ഒരു MLA-യുടെ മുറി വഴി തന്നെ വേണം അകത്തേക്ക് കയറാനും. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ശ്രീലേഖ വിളിച്ചതെന്നാണ് ശ്രീലേഖ IPS അടക്കം പ്രതികരിച്ചത്. അതായത് സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നു. പക്ഷേ ഇടതുമുന്നണിയുടെ പ്രതികരണം അങ്ങനെയായിരുന്നില്ല. ഒരു BJP, അതായത് ഇടത് കോട്ട പൊളിച്ചുകൊണ്ട് ഭരണത്തിലേറിയ ഒരു BJP-യുടെ ആദ്യ നയം അല്ലെങ്കിൽ ഉന്നതരുടെ ഭാഗത്തു നിന്നുണ്ടായ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി ഈ ഒരു ഇടതുമുന്നണിയെ അല്ലെങ്കിൽ ഒരു സർക്കാരിനെ അടക്കം കടന്നാക്രമിക്കുന്നതിൻ്റെ തുടക്കമായിട്ടാണ് ഇത് എന്നടക്കമായിരുന്നു ഇന്നലെയും ഇന്നും ഉണ്ടായ പ്രതികരണം. പക്ഷേ ആ ഒരു വിവാദം അവസാനിച്ചു എന്ന് കരുതുന്ന സമയത്താണ് പിന്നീട് കോൺഗ്രസ് വി.കെ. പ്രശാന്തിനെതിരെ അല്ലെങ്കിൽ ശ്രീലേഖയെ പിന്തുണച്ചുകൊണ്ട് ഇത് ഒരു ഓഫീസ് മുറി നൽകണമെന്ന തരത്തിലടക്കമുള്ള അനാവശ്യ വിവാദമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. കെ മുരളീധരനും ശബരിനാഥ് അടക്കം കൃത്യമായ പ്രതികരണം നടത്തി. അപ്പോഴാണ് ഈ ഒരു BJP-യുടെ ചായ്വ് കോൺഗ്രസിൽ നിന്നുണ്ട്. അത് BJP വിവാദം അവസാനിപ്പിക്കുമ്പോൾ കോൺഗ്രസ് ഇത് വീണ്ടും ആരംഭിക്കുകയാണ്. ഇതിൽ കരാർ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അടുത്ത വർഷം, അതായത് 2026 മാർച്ച് 31 വരെ കരാറുണ്ട്. ഇനി അഥവാ ഈ ഒരു തുച്ഛമായ തുകയാണ് ഈ ഒരു വാടക ഇനത്തിൽ നൽകുന്നത് എന്നൊരു പരാതി ഉണ്ടെങ്കിൽ കമ്മിറ്റി കൂടി വാടക വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നൽകാനും തയ്യാറാണെന്നായിരുന്നു വി.കെ. പ്രശാന്ത് പ്രതികരിച്ചത്. ഇതിനൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾക്കടക്കം തുടക്കം കുറിച്ചിട്ടുണ്ട്. അതായത് ഒരു നഗരസഭയുടെ പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ നഗരസഭയുടെ കീഴിലുള്ള ഒരു കെട്ടിടങ്ങൾ ആർക്കൊക്കെ സ്വകാര്യ ആവശ്യങ്ങൾക്കടക്കം വാടകയ്ക്ക് നൽകിയിട്ടുണ്ട്, അതിലടക്കമുള്ള എഗ്രിമെൻറ്റും എത്രത്തോളം തുകയാണ് വാങ്ങുന്നത്, വാടക ഇനത്തിൽ വാങ്ങുന്നത് എന്നടക്കമുള്ള പരിശോധിക്കാൻ മേയറടക്കം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ചെറിയൊരു ഫോൺ വിളിയിൽ നിന്നും ആരംഭിച്ച് വലിയൊരു രാഷ്ട്രീയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ ആരോപണങ്ങളൊപ്പം തന്നെ ഈ ഒരു രേഖകളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള കൂടുതൽ നടപടികളടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. ഒപ്പം സാരംഗ്, ഇന്നലെ ഇപ്പോൾ ശ്രീലേഖ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദമാണ്. പക്ഷേ അതിൽ വലിയ തോതിൽ പ്രതികരിക്കാൻ BJP പോലും തയ്യാറായിരുന്നില്ല. പക്ഷേ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ മുരളീധരൻ ഉൾപ്പെടെ മുൻ MLA വട്ടിയൂർക്കാവിലെ ഉൾപ്പെടെ അവിടെ രംഗത്തെത്തി ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തുന്നു. ഒപ്പം കൗൺസിലറായിട്ടുള്ള ശബരിനാഥൻ പ്രതികരിക്കുന്നു. BJP പോലും വളരെ തന്മയത്വത്തോടുകൂടി അതിനെ അങ്ങനെ പറഞ്ഞൊഴിവാക്കുകയായിരുന്നു. ഇന്നലെ VV രാജേഷ് പോലും, മേയർ പോലും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഇതിനെ ഏറ്റുപിടിക്കേണ്ട ഒരു സാഹചര്യം എന്താണെന്ന് പ്രശാന്ത് ചോദിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു രാഷ്ട്രീയം എന്താണ്? തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസമാണെങ്കിൽ പോലും ഒരു BJP നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നും കൃത്യമായൊരു വിശദീകരണമോ അല്ലെങ്കിൽ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു പ്രതികരണം പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടില്ല, ഇന്നും ഉണ്ടായിട്ടില്ല. മേയർ എന്ന സ്ഥാനത്ത് നിൽക്കുന്ന VV രാജേഷ് ഒരു ഔദ്യോഗികമായ വിശദീകരണം നൽകി എന്നല്ലാതെ, അതായത് അതും ഒരു രാഷ്ട്രീയ വിശദീകരണമല്ല, ഇതിൽ രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട്, ഒരു സൗഹൃദ സംഭാഷണം എന്ന രീതിയിൽ അത് കടന്നാക്രമിക്കുന്ന തരത്തിലേക്കായിരുന്നില്ല പ്രതികരണം. പക്ഷേ ഇടതുമുന്നണി അങ്ങനെയായിരുന്നില്ല. കഴിഞ്ഞ ദിവസം കൃത്യമായ രാഷ്ട്രീയ ആക്രമണമാണ് എന്ന തരത്തിലായിരുന്നു ഇടതുമുന്നണിയുടെ പ്രതികരണം. വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രതികരണങ്ങൾ വന്നിരുന്നു. അത് ഉടൻ
തന്നെ ഈ ഒരു വാർത്ത പുറത്ത് വന്ന ഉടൻ തന്നെ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു പ്രതികരണം, അതായത് വി കെ പ്രശാന്തിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു. പക്ഷേ BJP നേതൃത്വം, അതായത് ഈ ഒരു മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്, ഒപ്പം തന്നെ ഇനി വട്ടിയൂർക്കാവിലടക്കം മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തി കൂടിയാണ് ആർ ശ്രീലേഖ. അതുകൊണ്ട് തന്നെ ഈ ഒരു കനത്ത പിന്തുണ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തുടക്കം തൊട്ട് തന്നെ പ്രതീക്ഷിച്ചെങ്കിലും പക്ഷേ അതിൽ ഒരു കൃത്യമായ ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ ഒരു പരിപൂർണ്ണ പിന്തുണയോ ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമമോ നടത്തിയിട്ടില്ല. പക്ഷേ VV രാജേഷിന്റെ പ്രതികരണം അടക്കം വളരെ കൃത്യമാണ്. ഒരു നികുതി പണം അടക്കാത്ത പല കെട്ടിടങ്ങളുണ്ട്. അതേപോലെ ഈ ഒരു അതായത് വാടക ഇനത്തിലടക്കം തുച്ഛമായ തുക വാങ്ങുന്ന കെട്ടിടങ്ങളുണ്ട്. അങ്ങനെയുള്ള കെട്ടിടങ്ങളെല്ലാം ഇങ്ങനെ ഇതിൽ അന്വേഷണ പരിധിയിൽ വരുമെന്നടക്കമുള്ള പ്രതികരണം, അതും ഒരു രാഷ്ട്രീയ പ്രതികരണമല്ല, ശ്രീലേഖയെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടുള്ളതൊന്നുമല്ല. പക്ഷേ ഇതിൽ ഒരു വിവാദം കെട്ടടങ്ങിയ സമയത്ത് കഴിഞ്ഞ ദിവസം ഏകദേശം ഈ ഒരു വിവാദത്തിന് അവസാനം കുറിച്ചതിന് ശേഷമാണ് വീണ്ടും ഇന്ന് കോൺഗ്രസ് ഇത് പിന്തുണയും വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം പോലുമല്ല, ഇന്ന് ശബരിനാഥും K മുരളീധരനും വരുന്നു ഇത്തരത്തിൽ. അതായത് ഒരു നിള കോംപ്ലക്സിലെ 31-32 മുറിയിൽ ആരൊക്കെ ഉപയോഗിക്കുന്നു, അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ശ്രീലേഖ പോലും അത്തരത്തിലുള്ള ഒരു ചോദ്യം ഉന്നയിച്ചിട്ടില്ല. കാരണം ഒരു ഓഫീസ് മുറിയുടെ ഒരു അപര്യാപ്തത മാത്രമാണ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഇന്ന് കൃത്യമായ ഓഫീസ് മുറിയുടെ, അതായത് MLA ഹോസ്റ്റലിലെ മുറി നമ്പർ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മുറി എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്നുള്ള BJPക്ക് പ്രത്യക്ഷത്തിലുള്ള ഒരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് പിന്നീട് ഇടതുമുന്നണി ഏറ്റുപിടിച്ചത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, BJP അവസാനിപ്പിച്ചപ്പോൾ കോൺഗ്രസ് വീണ്ടും ആരംഭിക്കുകയാണ് ഈ വിവാദം. അതായത് BJPക്ക് വേണ്ടി കോൺഗ്രസ് ഈ വിവാദം വീണ്ടും കത്തിക്കാനുള്ള ശ്രമമാണ്. വീണ്ടും ഇതൊരു വലിയൊരു വിഷയമാക്കി കൊണ്ടു നിർത്താൻ അല്ലെങ്കിൽ BJPക്ക് പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്നായിരുന്നു ഇടതുമുന്നണിയുടെ ഒരു പ്രതികരണം. ആ സമയത്ത് തന്നെ ശബരിനാഥ് പറഞ്ഞിരുന്നു, ഇത് ഒരു വസ്തുതാപരമായ ഒരു കാര്യമാണ്, ഒരു സൗകര്യം അല്ലെങ്കിൽ ഒരു കൗൺസിലർക്ക് കൃത്യമായ സൗകര്യം ഒരുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒരു ന്യായമായിട്ടുള്ള കാര്യത്തിനൊപ്പം നിൽക്കുന്നു, അതിന് കാവ്യവൽക്കരിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് പറയുന്നു. പക്ഷേ എന്നിരുന്നാലും ഇടതുമുന്നണി ഇത് കൃത്യമായ രീതിയിൽ അവലോകനം ചെയ്യുന്നുണ്ട്, കൃത്യമായ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അപ്പോഴും മൗനം പാലിക്കുന്നത് BJP മുന്നണിയാണ്. കൃത്യമായ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ശ്രീലേഖയ്ക്കോ അല്ലെങ്കിൽ VV രാജേഷിനോ അല്ലെങ്കിൽ ഒരു ഭരണസമിതിക്ക് അടക്കം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിലൊരു രാഷ്ട്രീയവൽക്കരിക്കാനുള്ള യാതൊരുവിധ നീക്കവും ഇപ്പോൾ BJP നേതൃത്വം കണക്കാക്കുന്നില്ല. കാരണം ഇനി കൂടുതൽ, അതായത് ഈ ഒരു ഭരണത്തിലേക്ക് കാര്യങ്ങൾ കടന്നുകൊണ്ട് ഇതൊരു അനാവശ്യ വിവാദങ്ങൾ പരമാവധി ഒഴിവാക്കുക. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആദ്യമായി തിരുവനന്തപുരം ഭരണം പിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യ വിവാദങ്ങൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മൗനം എന്നടക്കം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വെൽതോ ഇനി ഒപ്പം തന്നെ മറ്റൊരു കാര്യം എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്നത് ആ വാടക കരാറിനെ സംബന്ധിച്ചാണ്. ഈ വാടക കരാർ അത് ഈ പറയുന്ന 750-850 രൂപ ആണോ? ഇനി മറ്റൊന്ന്, അത് കൃത്യമായി കരാർ ഈ മാർച്ച് വരെ ഒക്കെ ഇതിൻ്റെ രേഖകളൊക്കെ പുറത്തുവിടാനൊക്കെ പ്രശാന്ത് തയ്യാറാണെന്നാണോ പറയുന്നത്? ഇതിൽ ഇപ്പോൾ ശ്രീലേഖ ആവശ്യപ്പെട്ടതുപോലെ ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടേണ്ടത് അവിടെ ഒരു കൗൺസിലർ അല്ലല്ലോ, അവിടെ ഒരു കോർപ്പറേഷൻ്റെ സെക്രട്ടറിയോ അങ്ങനെയൊക്കെയല്ലേ അതിൽ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത്, കോർപ്പറേഷൻ്റെ ബിൽഡിംഗ് ആകുമ്പോൾ, കെട്ടിടമാകുമ്പോൾ. അപ്പോൾ ഇതിനോടൊക്കെ ഒരു BJP നേതൃത്വത്തിൻ്റെ പ്രതികരണം ഇതുവരെ വരാത്തത് എന്താണ്? തീർച്ചയായും എൽദോ, ഇതിൽ കണക്കുകളടക്കം നമ്മളോട് ഈ ഒരു VK പ്രശാന്തിൻ്റെ അതായത് വരുമാനമടക്കം, മാസ വരുമാനമടക്കം കണക്കാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ MLA ഹോസ്റ്റലിനുള്ള തുച്ഛമായ 50 രൂപയടക്കമാണ് MLA ഹോസ്റ്റലിലെ വാടക എന്ന് പറയുന്നത്. അതായത് ഒരു തുച്ഛമായൊരു തുക മാത്രമാണ്, ജനസേവകരാണ്, അതുകൊണ്ട് തന്നെ ഒരു പേരിനൊരു തുക മാത്രമാണ് MLA ഹോസ്റ്റലിൽ വാങ്ങുന്നത്. ഇത് 800 രൂപയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു കണക്ക് നോക്കുമ്പോൾ, മാർക്കറ്റ് വില അടക്കം പരിശോധിക്കുമ്പോൾ അത് വളരെ തുച്ഛമാണെന്നാണ് BJPയുടെ VV രാജേഷിൻ്റെ അടക്കം പ്രതികരണം ഉണ്ടായത്. കാരണം ഇത്തരത്തിലുള്ള നിരവധി കേസുകളുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല, പക്ഷേ പരിശോധന ഉണ്ടാകുമെന്നാണ് അറിയിച്ചത്. അത് മാത്രമല്ല, ഇതിൽ അതായത് ഒരു വാടക കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ അവിടെ ഇത്രയും വർഷം പ്രവർത്തിച്ചത്, ഇനിയിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കരാറിൽ മാറ്റം വരുത്തുകയാണ് അല്ലെങ്കിൽ ഭരണസമിതി യോഗം ചേർന്നുകൊണ്ട് ഒരു തുക വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അടക്കാൻ തയ്യാറാണ്. പക്ഷേ അതിനു മുൻപ്, ഈ കരാർ അവസാനിക്കുന്നതിന് മുൻപ് യാതൊരു വിധത്തിൽ അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല. മാത്രമല്ല, അത് രാഷ്ട്രീയമായി അതൊരു കൃത്യമായ നിലപാടല്ല എന്നടക്കമായിരുന്നു. ഒരു സൗഹൃദ സംഭാഷണം എന്ന തരത്തിലാണ് ശ്രീലേഖ കഴിഞ്ഞ ദിവസം അടക്കം ഇത് പിന്തുണച്ച് നിർത്തിയത്. മാത്രമല്ല, ഓഫീസിലേക്ക് നേരിട്ടെത്തുന്നു, VK പ്രശാന്തുമായി നേരിട്ട് സംസാരിച്ച് സഹോദര തുല്യനാണ്, ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു, അത് അംഗീകരിച്ചില്ല, അത് അവിടെ അവസാനിച്ചു എന്നായിരുന്നു. പക്ഷേ BJP അപ്പോഴും മൗനം പാലിച്ചിരിക്കുന്നു. ഈ ഒരു അനാവശ്യ വിവാദങ്ങൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അനാവശ്യ വിവാദങ്ങളിലേക്ക് കടക്കാതിരിക്കാനുള്ളൊരു തന്ത്രമായിട്ട് തന്നെ ഇത് കണക്കാക്കണം. ഒപ്പം ഭരണം ആരംഭിച്ചിരിക്കുകയാണ്. ഇനി നരേന്ദ്രമോദി അടക്കം തിരുവനന്തപുരത്തേക്ക് എത്തിക്കാനുള്ളൊരു നീക്കം നടക്കുന്നു. അതിലടക്കമുള്ള VV രാജേഷിൻ്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക, ഇങ്ങനെയുള്ള ഒരു, അതായത് ഈ ഒരു ആർ
ശ്രീലേഖയുമായി ബന്ധപ്പെട്ട് മറ്റ് വിവാദങ്ങൾ, അതായത് മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചു കൊണ്ട് മത്സര രംഗത്തിറങ്ങുന്നു. പക്ഷേ അവസാനിച്ച് ജയിച്ചതിന് ശേഷം ഈ ഒരു മേയർ സ്ഥാനത്ത് നിന്ന് പരിഗണിക്കാതെ മാറ്റി നിർത്തുന്നു. അങ്ങനെയുള്ള വാർത്തകൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ദിവസം അടക്കം കൂടുതൽ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. അവരുടെ ഒരു അസാന്നിധ്യം അടക്കം നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പോവുകയാണെങ്കിൽ വട്ടിയൂർക്കാവിലെ ഇനി സ്ഥാനാർത്ഥി നിർണ്ണയം, നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുമ്പോൾ, തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കം, പ്രഖ്യാപനം അടക്കം ഉണ്ടാകുമെന്നടക്കമുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായി കൂടുതൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അനാവശ്യ വിവാദങ്ങൾക്ക് തിരികൊളുത്തുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു മൗനമായിട്ട് തന്നെ കണക്കാക്കണം. എൽദോ റൈറ്റ്, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും ആ കെട്ടിടത്തെ ചൊല്ലിയുള്ള വിവാദം അവസാനിക്കുന്നില്ല, അതിൽ പ്രതികരണങ്ങൾ വരുന്നു, കോൺഗ്രസും അതിൽ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവം. സ്പോർട്സിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുകയാണ്. ഉന്നാവ് ബലാത്സംഗ കേസിൽ BJP മുൻ MLA കുൽദീപ് സിംഗ് സെൻഗാറിന് തിരിച്ചടി. ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം അനുവദിച്ച ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതി വിധിക്കെതിരായി CBI സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ചാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന്റെ നടപടി. അതിജീവിതയ്ക്ക് നിയമസഹായം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. MG മിഥുൻ വിവരങ്ങൾ നൽകും. മിഥുൻ, എന്തൊക്കെയാണ് ഈ 3-അംഗ ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ? എൽദോ, സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിർണായക ഇടപെടൽ തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിചാരണ കോടതിയുടെ നടപടി സ്റ്റേ ചെയ്തുകൊണ്ട്, അതായത് ജീവപര്യന്തം ശിക്ഷയും ഒപ്പം തന്നെ 25 ലക്ഷം രൂപ പിഴയും നൽകണമെന്നായിരുന്നു വിചാരണ കോടതി വിധിച്ചിരുന്നത്. ആ ശിക്ഷ സ്റ്റേ ചെയ്തു, അത് മരവിപ്പിച്ചുകൊണ്ടുള്ളൊരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് CBIക്കെതിരെ വലിയ ആരോപണവുമായി അതിജീവിത തന്നെ രംഗത്ത് വരികയും ഒപ്പം തന്നെ ഈ കേസിൽ ആളുകളെ കുറ്റക്കാരായവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉദ്യോഗസ്ഥർ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ള ഗുരുതര ആരോപണം ഉയർത്തിക്കൊണ്ട് അതിജീവിത തന്നെ രംഗത്ത് വരികയും കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ജന്തർ മന്ദറിൽ വലിയ പ്രതിഷേധം നടത്തുകയും ചെയ്തു. അവിടെ വിദ്യാർത്ഥി സംഘടനകളുടെയും വനിതാ സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിലായിരുന്നു വലിയ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തത്. തുടർന്ന് 3 മണിക്കൂറത്തെ പ്രതിഷേധത്തിനൊടുവിൽ അതിജീവിത ഉൾപ്പെടെ കൊഴിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അവരെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് CBI സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയും അത് അടിയന്തരമായി കേൾക്കാൻ സുപ്രീം കോടതി തയ്യാറാവുകയും ചെയ്ത് അതിൽ ഇന്ന് ഈ വാദം നടക്കുന്നതിനിടയിൽ സുപ്രീം കോടതിയുടെ വാദം മാത്രമാണ് പ്രധാനമായും കോടതി മുഖവിലക്കെടുത്തത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഈ വാദങ്ങൾ കൃത്യമായി കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും കൃത്യമായ നിരീക്ഷണം നടത്തുകയും ചെയ്തു. അതായത് ഹൈക്കോടതിയുടെ വിധി അത് നീതിയുക്തമാണ് എന്ന രീതിയിലുള്ള വാദം അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇത് മരവിപ്പിക്കാൻ ഹൈക്കോടതിക്ക് സാധിക്കില്ല എന്ന രീതിയിൽ കോടതി നിലപാടെടുക്കുകയും ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ നടപടി സ്റ്റേ ചെയ്തുകൊണ്ട് അതിജീവിതയ്ക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു സുപ്രധാന വിധി, അത്തരത്തിലുള്ളൊരു നിർണായക ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഇപ്പോൾ സെൻഗാർ മറ്റൊരു കേസിൽ ജയിലിൽ കഴിയുകയാണ്. ആ ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഒരു തരത്തിലും പുറത്തിറങ്ങാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട വലിയ നാളുവഴികളൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിൽ വലിയ രീതിയിൽ നിയമ പോരാട്ടത്തിനൊടുവിലാണ് സെൻഗാറിലേക്ക് അന്വേഷണം എത്തുകയും ഒപ്പം തന്നെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തത്. ആ വിധി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും അതിൽ നിന്ന് ഒരു അനുകൂല വിധി സെൻഗാർ നേടിയെടുക്കുകയും ചെയ്തത്. BJPയുടെ മുൻ MLA ആണ്, വളരെ പ്രധാനപ്പെട്ട BJPയുടെ ഒരു നേതാവ് കൂടിയായിരുന്നു. ഒപ്പം തന്നെ MLA ആവുന്നതിന് തൊട്ട് മുൻകാലങ്ങളിലൊക്കെ അത്തരത്തിൽ ആ ഗ്രാമത്തലവൻ എന്ന രീതിയിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സെൻഗാർ. അങ്ങനെ അത്തരത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ നിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട BJPയുടെ ഒരു വലിയ മുഖമായിരുന്ന കുൽദീപ് സിംഗ് സെൻഗാറാണ് അത്തരത്തിൽ കുറ്റക്കാരനെന്ന് അന്ന് കോടതി വിധിക്കുകയും ചെയ്ത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും അവിടെ നിന്ന് നല്ല അനുകൂല വിധി നേടിയെടുക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലം. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധമായിരുന്നു രാജ്യമെമ്പാടും നടത്തിയിരുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ സോണിയാഗാന്ധിയും ഇന്നലെ ഈ അതിജീവിത കാണുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് കൃത്യമായി ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുകയും ഒക്കെ അതിജീവിത ചെയ്യുകയും ചെയ്യുന്നു. അതിന് പിന്നാലെയാണ് ജന്തർ മന്ദറിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും ചെയ്തത്. ആ പ്രതിഷേധത്തിനൊടുവിലാണ് ഇത്തരത്തിൽ അടിയന്തരമായി ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കാൻ തയ്യാറാവുകയും ഒപ്പം തന്നെ അതിജീവിതയ്ക്ക് അനുകൂല
അനുകൂലമായ രീതിയിലുള്ള ഒരു വിധി ഇപ്പോൾ പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അതിജീവിതത്തെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. വിചാരണ കോടതി വിധിച്ചിരിക്കുന്ന ആ വിധി അത് അതേ രീതിയിൽ തന്നെ തുടരുകയും ചെയ്യും. ഒപ്പം തന്നെ നിയമസഭാ സഹായം അതിജീവിതയ്ക്ക് ഉറപ്പാക്കുകയും വേണം. ഉന്നാവിലെ സംഭവം വളരെ ഗുരുതരമായിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ഈ കേസിൽ അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ സാധിക്കില്ല. എല്ലാവിധ സംരക്ഷണവും അതിജീവിതയ്ക്ക് നൽകണമെന്നും സുപ്രീം കോടതി വിധിക്കുകയുണ്ടായി. മറ്റൊന്ന്, ഈ എതിർ കക്ഷികൾക്ക്, അതായത് പ്രതിഭാഗം കക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. 4 ആഴ്ചക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ളൊരു നിർദ്ദേശവും ഇത്തരത്തിൽ സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മിഥുൻ, ഈ ഉന്നാവ് കേസ് അതൊരു പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇത്രമാത്രം വലിയ തോതിൽ ചർച്ചയായ വിഷയമാണ്. അതിൻ്റെ നാടകീയമായുള്ള സംഭവങ്ങൾ നിരവധിയാണ്. ആ പെൺകുട്ടിക്ക് അതിക്രൂരമായിട്ടുള്ള പീഡനം, അതിനപ്പുറത്തേക്ക് വീട്ടുകാർ നേരിട്ട പീഡനങ്ങൾ, വീട്ടുകാർ നേരിട്ട അതിക്രമങ്ങൾ ആകെ ഞെട്ടിച്ച, അല്ലെങ്കിൽ നമ്മളെ ആകെ സ്തബ്ധരാകുന്ന തരത്തിലായിരുന്നു ഓരോ ദിവസവും പല പല വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് ആ ഉന്നാവ് പീഡന കേസിന് പിന്നാലെ. അതിൻ്റെ ഒരു നാൾ വഴികളെ കുറിച്ചുകൂടി. 2017 ജൂൺ 4-ലാണ് രാജ്യത്ത് നടക്കിയ ഒരു സംഭവം നടക്കുന്നത്. അതായത് ജോലി നൽകാമെന്ന് വിളിച്ചാണ് ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ ഈ സെങ്കാർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ഒപ്പം തന്നെ ക്രൂര പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തത്. ആ വേളയിൽ ഇക്കാര്യങ്ങൾ തന്നെ പുറത്തു പറയരുത് എന്നുള്ള രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലും പെൺകുട്ടിയോട് ഇയാൾ പറഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു കേസിന്റെ കാര്യത്തിൽ പറഞ്ഞു വെക്കുകയും ചെയ്തത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പീഡനത്തിന് ഇരയായതിനു ശേഷം പിന്നാലെ ഈ കുട്ടി വീട്ടിലേക്ക് പോകുന്നു. അന്ന് 16 വയസ്സ് മാത്രമാണ് ഈ പെൺകുട്ടിക്ക് പ്രായമുള്ളതെന്ന് ഓർക്കുകയും വേണം. ഒപ്പം തന്നെ പിന്നീട് ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഇയാൾ MLA ആവുന്നതിന് മുമ്പ് അവിടുത്തെ ഗ്രാമമുഖ്യൻ, ഗ്രാമത്തലവൻ എന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിൽ അവിടുത്തെ മറ്റുള്ളവർക്കല്ലേ ഇയാളെ ഇഷ്ടമായിരുന്നുവെങ്കിൽ പോലും തന്നെ, അത് ഭയത്താലാണ് എങ്കിൽ പോലും തന്നെ 11ാമത്തെ വയസ്സ് മുതൽ താൻ ഈ ക്രൂര പീഡനത്തിന് ഇരയാകുന്നുണ്ടായിരുന്നു. ഓരോ തൻ്റെ ശരീരത്തിൽ കൈവെക്കുമ്പോഴും ഒക്കെ അത് ഏത് തരത്തിലാണ് എന്ന് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. അത് ആരോട് പറയണമെന്നറിയില്ലായിരുന്നു. ഒപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള കുടുംബമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയോട് ഇക്കാര്യങ്ങൾ പലതവണ താൻ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഈ കാര്യത്തിൽ, അതായത് നമ്മൾ പരാതിയുമായി മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവൻ തന്നെ ആപത്താവുന്ന തരത്തിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ ആ രീതിയിലൊക്കെ വിട്ടുകളയുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നാലെയാണ് 2017 ജൂൺ 4-ന് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഈ കുട്ടിയെ അതിക്രൂരമായി പീഡനത്തിനിരയാക്കുന്നത്. ആ ഒരാഴ്ചക്കാലം ആരോടും മിണ്ടാനോ ഒന്ന് ചിരിക്കാനോ പോലും ഈ പെൺകുട്ടിക്ക് സാധിച്ചില്ലായിരുന്നു എന്നുള്ളതാണ്. തൊട്ടു പിന്നാലെ ഈ സെങ്കാറിൻ്റെ വസതിയിൽ തന്നെ ജോലി നോക്കുന്ന 5-അംഗ സംഘം ഈ പെൺകുട്ടിയെ കടത്തിക്കൊണ്ടു പോകുന്നു. വാഹനത്തിൽ കയറ്റി അതിക്രൂരമായി പീഡനത്തിനിരയാക്കുന്നു. 9 ദിവസത്തോളം ഇത്തരത്തിൽ ഈ അതിക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഈ 5 പേരും ഇരയാക്കുന്നു എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ പിന്നീട് പുറത്തു വരികയും ചെയ്തതാണ്. ഇതിന് പിന്നാലെ ആണ് ഈ പെൺകുട്ടിയെ വിൽക്കാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഏകദേശം 60,000-ഓളം രൂപയ്ക്ക് ഈ പെൺകുട്ടിയെ വിൽക്കാനുള്ളൊരു ശ്രമം നടക്കുന്ന വേളയിലായിരുന്നു കുടുംബം ഈ പെൺകുട്ടിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിനെ സമീപിക്കുകയും ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ പോലീസ് ഇത് കേൾക്കാനോ അല്ലെങ്കിൽ പരാതി സ്വീകരിക്കാനോ വിമുഖത കാണിച്ചു എന്നാണ് കുടുംബം ആരോപിക്കുകയും ചെയ്തത്. പിന്നാലെ നടത്തിയ അന്വേഷണം, അല്ലെങ്കിൽ അത് കൂടുതൽ തരത്തിൽ അന്വേഷണം നടക്കുന്നത് കണ്ട് ഈ പെൺകുട്ടിയെ വിൽക്കാനുള്ള ആ ശ്രമം ഉപേക്ഷിക്കുകയും പിന്നീട് പുറത്തേക്ക് ഇറക്കി വിടുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പിന്നീട് പോലീസ് കണ്ടെത്തുകയും മാതാപിതാക്കൾക്ക് ഒപ്പം അയക്കുകയും ചെയ്തതാണ്. ഒടുവിൽ ഈ വിഷയം, അതായത് ഈ പെൺകുട്ടിയെ ഇവിടെ നിന്ന് ഡൽഹിയിലുള്ള ഈ സഹോദരൻ്റെ വീട്ടിലേക്ക്, അതായത് ഈ പെൺകുട്ടിയെ ഈ മാതാവും പിതാവും ചേർന്ന് പറഞ്ഞയക്കുന്നു. ആ സമയത്ത് സഹോദരൻ്റെ ഭാര്യയോട് ഈ കാര്യങ്ങൾ എല്ലാം ഈ കുട്ടി വിശദീകരിക്കുന്നു. അങ്ങനെയാണ് സെങ്കാർ ചെയ്ത ഈ കൊടും ക്രൂരതയെക്കുറിച്ചും ഒപ്പം തന്നെ മറ്റ് 5 പേരും ചെയ്ത ഈ കൂട്ടബലാത്സംഗത്തെക്കുറിച്ചും ഒക്കെ വിവരങ്ങൾ വരുന്നത്. അങ്ങനെയാണ് പിതാവ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിലേക്ക് പോവുകയും പെൺകുട്ടിയെ തിരികെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു. അങ്ങനെ പോലീസിനെ സമീപിക്കുകയും ഈ കാര്യങ്ങൾ അവർ തുറന്നു പറയുകയും ചെയ്തു. പക്ഷേ MLA ആണ്, 3 ടേമായി അവിടുത്തെ MLA ആണ് സെങ്കാർ എന്ന് പറയുന്നത്. അത്രത്തോളം രാഷ്ട്രീയമായും ഒക്കെ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിക്കെതിരെ എത്രത്തോളം ഇവർക്ക് നിയമപരമായും പോരാടാനോ അല്ലെങ്കിൽ പോലീസിൽ നിന്ന് അത്രത്തോളം നീതി ലഭിക്കുമോ എന്നുള്ളൊരു ആശങ്ക ആ കുടുംബത്തിന് അന്നുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് 2018-ൽ നീതി ലഭ്യമാകില്ല എന്ന് കരുതിയതോടു കൂടിയാണ് യോഗി ആദിത്യനാഥിൻ്റെ വസതിക്ക് മുമ്പിലേക്ക് എത്തുകയും അവിടെ ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തത്. അങ്ങനെ ഗുരുതരമായി ചികിത്സ കഴിഞ്ഞ ശേഷമാണ് വീണ്ടും ജീവിതത്തിലേക്ക് ഈ പെൺകുട്ടി കടന്നു വരികയും ചെയ്തത്. അങ്ങനെ ഒരു രാജ്യവ്യാപകമായി ഈ ഒരു വിഷയം ശ്രദ്ധ ആകർഷിക്കുകയും അങ്ങനെ ഈ കേസെടുക്കാനും ഈ പോലീസ് സംഘം തയ്യാറാവുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. തുടർന്ന് CBIക്ക് ഈ കേസ് കൈമാറുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം. ഈ സമയത്ത് ഈ പെൺകുട്ടിയുടെ പിതാവിനെ
അതിക്രൂരമായി, അതായത് ഈ കേസ് പറഞ്ഞതെന്ന് ആരോപിച്ചുകൊണ്ട് അതിക്രൂരമായി സെങ്കാറിൻ്റെ അനുജരും സഹായികളും ചേർന്ന് ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്നു. അങ്ങനെ പോലീസ് ലോക്കപ്പിൽ കിടന്നുകൊണ്ട് ഈ പെൺകുട്ടിയുടെ പിതാവ് മരണപ്പെടുന്ന വളരെ ദാരുണമായ ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. പിന്നാലെ CBI കേസ് ഏറ്റെടുക്കുകയും ഈ കേസിൽ സെങ്കാറിന് 10 വർഷം വിധിക്കുകയും ചെയ്യുന്നൊരു പശ്ചാത്തലം. തുടർന്ന് നടത്തിയ പരിശോധനയിലും ഒപ്പം തന്നെ കൃത്യമായി തെളിവുകൾ ശേഖരിച്ചതിലൊക്കെ സെങ്കാർ തന്നെ കുറ്റക്കാരനാണെന്ന് CBI കണ്ടെത്തുകയായിരുന്നു. കോടതിയിൽ 2 കുറ്റപത്രങ്ങളായിരുന്നു ഇത് സംബന്ധിച്ച ഇത്തരത്തിൽ പോലീസും അതായത് CBI അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ഇതിൽ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ കുറിക്കുകയും ചെയ്യുന്നു. അതായത് ഈ പെൺകുട്ടിക്ക് നാളിതുവരെയായി നേരിടേണ്ടി വന്ന ആ ഒരു ക്രൂരമായ നടപടികൾ, ക്രൂരമായ പീഡനങ്ങൾ, അതൊക്കെ കൃത്യമായി വിവരിച്ചുകൊണ്ടായിരുന്നു ഈ കുറ്റപത്രം സെങ്കാറിനെതിരെ നൽകുകയും ചെയ്തത്. അങ്ങനെയാണ് ഈ 25 ലക്ഷം രൂപ പിഴയും ഒപ്പം തന്നെ ജീവപര്യന്ത ശിക്ഷയും വിചാരണ കോടതി വിധിക്കുകയും ചെയ്തത്. ഈ കേസ് പിന്നീട് സുരക്ഷയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ സുരക്ഷ ഈ പെൺകുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ജീവഹാനി സംഭവിക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഡൽഹിയിലേക്ക് ഈ കേസ് മാറ്റുകയും ചെയ്തത്. ആ വേളയിലാണ് ഡൽഹിയിൽ കേസ് നടത്തി തിരികെ മടങ്ങുന്നത് വരെ അപ്പോഴും നാടകീയ സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. അതായത് പെൺകുട്ടിയും അഭിഭാഷകനും 2 ബന്ധുക്കളും സഞ്ചരിച്ചിരുന്ന ആ വാഹനത്തിന് നേരെ ഒരു ട്രക്ക് വന്നിടിക്കുകയും ആ വാഹനത്തിലുണ്ടായിരുന്ന 2 ബന്ധുക്കൾ മരണപ്പെടുകയും പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും നിരവധി നാളുകൾ ഈ പെൺകുട്ടി ICUയിൽ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തൊരു പശ്ചാത്തലം. അങ്ങനെ അതിക്രൂരമായി ഈ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു നടപടി ഈ സെങ്കാറിന്റെ ഭാഗത്തുനിന്നുണ്ടായി, സെങ്കാറിന്റെ അനുയായികളുടെ ഭാഗത്തുനിന്നുണ്ടായി. പിന്നീട് നടന്ന അന്വേഷണത്തിലൊക്കെ ഇത് തെളിയുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അതായത് ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടത്താൻ സെങ്കാറിന് സാധിച്ചു എന്നുള്ളതാണ്. അത്രത്തോളം രാഷ്ട്രീയ പിന്തുണയുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ കുൽദീപ് സിംഗ് സെങ്കാർ എന്ന് പറയുന്നത്. ആ പിന്തുണ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് ഈ പെൺകുട്ടിയെയും കുടുംബത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമം നാളിതുവരെയായി നടത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ സുപ്രധാന വിധി ഈ വിചാരണ കോടതിയുടെ ഭാഗത്തുനിന്നും സെങ്കാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തത്. ഏറ്റവും ഒടുവിലാണ് ഈ ജാമ്യം അനുവദിക്കണം, ഒപ്പം ഈ ജീവപര്യന്ത ശിക്ഷ എന്നുള്ളത് മരവിപ്പിക്കണം. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഈ വിഷയത്തിൽ ഒരു തുടർ നടപടി അല്ലെങ്കിൽ ഉണ്ടാകണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സെങ്കാർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ അനുകൂലമായിട്ടുള്ളൊരു വിധി ഈ നടപടി മരവിപ്പിച്ചുകൊണ്ട്, ഈ വിചാരണ കോടതിയിലെ നടപടി മരവിപ്പിച്ചുകൊണ്ട് സെങ്കാർ നേടിയെടുക്കുന്നതും നമ്മൾ കാണുകയും ചെയ്തതാണ്. ഏറ്റവും ഒടുവിലാണ് ഈ സുപ്രീം കോടതിയെ CBI അപ്പീൽ നൽകി മുന്നോട്ട് പോവുകയും അതിൽ നിന്നിപ്പോൾ അതിജീവിതയ്ക്ക് ആശ്വാസകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു വിധി ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നു. റൈറ്റ്, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. എന്നാണെങ്കിലും ജാമ്യം അനുവദിച്ച ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഉന്നാവ് ബലാത്സംഗ കേസിൽ കുൽദീപ് സിംഗ് സെൻഗാറിന് ജയിലിൽ തുടരണമെന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതിയുടെ വിധിയും. 3-അംഗ ബെഞ്ചിന്റെ നിരീക്ഷണങ്ങളും വിശദാംശങ്ങളുമാണ് MG മിഥുൻ പങ്കുവച്ചത്. വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന് മലപ്പുറത്ത് യുവാവ് യുവതിയെ കുത്തി പരിക്കേൽപ്പിച്ചു. പെൻഷൻ ഭവൻ റോഡിലാണ് സംഭവം. തലയ്ക്കും കൈക്കും കഴുത്തിനും പരിക്കേറ്റ യുവതി ചികിത്സ തേടി. പ്രതിക്കായി അന്വേഷണം തുടരുകയാണ്. നേരത്തെ യുവതി മലപ്പുറം പോലീസിൽ ഈ യുവാവിനെതിരെ പരാതി നൽകിയിരുന്നു. CV അനുമോദ് വിവരങ്ങൾ നൽകും. അനുമോദെ, ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണല്ലോ അല്ലേ? ഒപ്പം ഇയാളുടെ ശല്യം ഉണ്ട് എന്ന് പോലീസിൽ പരാതി നൽകിയിട്ട് പോലീസ് ഇതുവരെയും അതിലൊരു നടപടി എടുത്തിരുന്നില്ലേ? എൽദോ, ഇന്ന് രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ഈ യുവതി മലപ്പുറത്ത് തന്നെ എങ്കൽ വ്യവസായ എസ്റ്റേറ്റിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ്. ഇവർ വിവാഹ മോചിതയാണ്. ഇവർക്കൊപ്പം മുമ്പ് ജോലി ചെയ്തിരുന്ന ആളാണ് ഇപ്പോൾ ഈ കേസിൽ പ്രതിയായിരിക്കുന്നത്. ഇദ്ദേഹം പാലക്കാട് സ്വദേശിയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവർ തമ്മിൽ മുമ്പ് സൗഹൃദം ഉണ്ടാവുകയും തുടർന്ന് ഈ യുവാവ് ഇവർക്ക് ശല്യമാകുന്ന തരത്തിൽ പിന്നീട് പെരുമാറാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് ഇവരിൽ നിന്ന് പിന്മാറിയത്. അങ്ങനെ ഇവർ സൈബർ പോലീസിൽ പരാതി നൽകി. സൈബർ പോലീസ് ഇവരെ വിളിച്ച് ഈ കാര്യങ്ങൾ അന്വേഷിക്കുകയും തുടർന്ന് യുവാവ് ഇനി ശല്യം ചെയ്യില്ല എന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച് പിന്മാറുകയും ചെയ്തു. പിന്നീട് കുറച്ചു ദിവസം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്നാണ് ഇന്ന് രാവിലെ ജോലിക്ക് പോകുന്ന വഴി ഈ യുവതിയുടെ മുൻപിലേക്ക് സ്കൂട്ടറിൽ വരാവുന്ന യുവതി തടഞ്ഞു നിർത്തി കത്തി ഉപയോഗിച്ച് കുത്തിയത്. പക്ഷേ അപ്പോൾ തന്നെ നാട്ടുകാരും പ്രദേശവാസികളും ഒക്കെ കാണുകയും ഇവരെ തടയുകയും ഈ യുവതിയെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഗുരുതരമായ പരിക്കുകളില്ല. യുവതിയുടെ ആരോഗ്യനിലയും ഇപ്പോൾ തൃപ്തികരമായ ഒരു അവസ്ഥയിലാണ്. പക്ഷെ ഇയാൾ രക്ഷപ്പെട്ടു. ഇയാളെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. യുവതിയുമായി മുൻപ് നൽകിയ പരാതിയിൽ
പോലീസ് നടപടി സ്വീകരിച്ചിരുന്നു. അന്ന് ഈ പറയുന്ന ആക്ഷേപം ഹൈദരാബാദ് പോലീസിൽ ഈ യുവതി കൊടുത്ത ആക്ഷേപം അതിനനുസരിച്ച് നടപടി സ്വീകരിച്ചിരുന്നു എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. പക്ഷേ തുടർച്ചയായിട്ട് വീണ്ടും ഇവർ ശല്യം ചെയ്തു തുടങ്ങുന്നതും ഈ മറ്റു വിഷയങ്ങളും വളരെ അടുത്തിടെയാണ് ഉണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഊർജിതമാണ്. യുവതിയുടെ നില ഇപ്പോൾ തൃപ്തികരവുമാണ്. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. വിവാഹ അഭ്യർത്ഥന നിരസിച്ചതാണ് ഒരു പെൺകുട്ടിയെ ഒരു യുവതിക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം നടന്നത്. ആ യുവാവിനെ ആക്രമിയെ കണ്ടെത്താനുള്ള ശ്രമം അത് തുടരുന്നുണ്ട്. പോലീസ് അത് അന്വേഷിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നുള്ള ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ള വിവരം നൽകുന്നുണ്ട് അനുമോദം. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാർ അറസ്റ്റിലായി. സ്വർണ്ണക്കൊള്ളയിലെ നിർണായക അറസ്റ്റാണിത്. അതേസമയം SITക്ക് വിദേശ വ്യവസായം നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങളും പുറത്തുവന്നു. ശബരിമലയിലെ ഉരുപ്പടികളുടെ ഇടപാട് നടന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ്. ഇടപാടിനായി ഡി മണി ആദ്യം സമീപിച്ചത് തന്നെയാണെന്നാണ് വ്യവസായിയുടെ മൊഴി. ഡി മണി എന്നാൽ ദാവൂദ് മണിയെന്നാണെന്നും ഡിണ്ടിഗലിലെ SIT കണ്ടെത്തിയ ആൾ തന്നെയാണ് ഡി മണിയെന്നും വ്യവസായി വ്യക്തമാക്കുന്നു. സാരംഗ് സുധാകരൻ വിവരങ്ങൾ വെച്ചിരുന്നു. സാരംഗ്, ആദ്യം നിർണായകമായിട്ടുള്ള അറസ്റ്റ് മുൻ അംഗം എൻ വിജയകുമാറിന്റെ അറസ്റ്റ്, അത് ഈ കേസിൽ എത്രത്തോളം നിർണായകമാണ് എന്നുള്ളത് നമുക്കറിയാം. അതിനൊപ്പം തന്നെ ഈ ഡി മണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ പോലും അതിൽ വഴിമുട്ടി നിൽക്കുകയായിരുന്നല്ലോ അന്വേഷണ സംഘം. എന്താ ഈ കേസിന്റെ നിലവിലത്തെ സാഹചര്യം? എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു അറസ്റ്റാണ് ഇപ്പോൾ നടന്നത്. എൻ വിജയകുമാറിൻ്റെ അറസ്റ്റ് നടന്നിരിക്കുന്നു. ഒപ്പം തന്നെ അതായത് കഴിഞ്ഞ ദിവസം 26-ാം തീയതി ഈ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകിയിരുന്നു. അതിൽ എൻ വിജയകുമാറും ഒപ്പം തന്നെ ശങ്കർദാസിനും, അതായത് ആ സമയത്തെ ഒരു ബോർഡ് അംഗങ്ങളായ 2 പേരോടും ഈ ഒരു അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ആ നോട്ടീസിന് മറുപടിയായി അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാജരാകാതിരിക്കുകയായിരുന്നു. ഒപ്പം തന്നെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷയുമായി ഇതിനു മുൻപ് തന്നെ അവർ സമീപിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ തന്നെ ഒരു അറസ്റ്റിനുള്ളൊരു സാധ്യത മുൻകൂട്ടി കണ്ടിരുന്നു. പക്ഷേ വളരെ വൈകിയാണ്, അതായത് ഹൈക്കോടതിയുടെ പരാമർശം വന്നു, അതായത് പത്മകുമാറിലേക്ക് മാത്രം ഒതുങ്ങുന്നു അന്വേഷണം, വമ്പൻ സ്രാവുകളിലേക്ക് കടക്കുന്നില്ല. ഒപ്പം തന്നെ ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചനയിലേക്ക് അടക്കം അന്വേഷണ സംഘത്തിന് ഇനിയും എത്താൻ കഴിഞ്ഞില്ല എന്ന ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ, അതായത് വിമർശനങ്ങൾക്ക് ശേഷവും വളരെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു നോട്ടീസ് നൽകിയതും ആ നോട്ടീസിൽ സൂചിപ്പിച്ച ദിവസം അവർക്ക് ഹാജരാകാൻ കഴിയാതിരുന്നതും. ഒപ്പം തന്നെ ഇപ്പോൾ അതിലൊരാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ഒരു പത്മകുമാറിൻ്റെ അറസ്റ്റിൻ്റെ സമയത്ത് തന്നെ എന്തുകൊണ്ട് ഇവരിലേക്ക് അടക്കം അറസ്റ്റ് നീങ്ങിയില്ല, ആ ഒരു ചോദ്യം ഹൈക്കോടതി ആരാഞ്ഞിരുന്നു. കാരണം പത്മകുമാർ മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു അറസ്റ്റ് നിൽക്കില്ല, കാരണം ഈ ഒരു തട്ടിപ്പ് നടക്കില്ല എന്ന കാര്യം തീർച്ചയാണ്. ഗൂഢാലോചനയിൽ പത്മകുമാറിൻ്റെ ഒപ്പം തന്നെ ഈ 2 ബോർഡ് അംഗങ്ങളും പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർക്കിതിൽ പങ്കുണ്ട് എന്ന കാര്യം തീർച്ചയാണെന്ന് ഹൈക്കോടതി പരാമർശിച്ചിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. ഇതിൽ അതായത് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായൊരു നീക്കമാണ് പത്മകുമാറിലേക്ക് തന്നെ എത്തിയത്. വളരെ വൈകിട്ടാണെങ്കിലും പത്മകുമാറിലേക്ക് നിർബന്ധമായി എത്തിയെന്നടക്കമായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള മുതിർന്ന IPS ഉദ്യോഗസ്ഥർ ഈ ഒരു അന്വേഷണ സംഘത്തിന് മേലെ സമ്മർദ്ദം ചെലുത്തുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിനെല്ലാം ശേഷമാണ് ഈ അറസ്റ്റിലേക്ക് കടക്കുന്നത്. ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി മണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഡി മണിയുടെ ഒരു പേര് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണത്തിൻ്റെ പരിധിയിലടക്കം വരുന്നത്. രമേശ് ചെന്നിത്തല പരാമർശിച്ച ഒരു വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലേക്കാണ് ഡി മണി അഥവാ ദാവൂദ് മണി എന്ന ഒരു തമിഴ്നാട് സ്വദേശിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും തുടർന്ന് അന്വേഷണ സംഘം ഡിണ്ടിഗലിലേക്ക് എത്തുകയും ചെയ്തു. തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇയാളിലേക്ക് എത്താൻ കഴിഞ്ഞെങ്കിലും പക്ഷേ ഇയാൾക്ക് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് വീണ്ടും ഈ ഒരു വ്യവസായിയിലേക്ക് എത്തുകയും ഈ പറഞ്ഞ ദാവൂദ് മണി അല്ലെങ്കിൽ ഡി മണി എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഗൂഢാലോചനയിലടക്കം പങ്കെടുത്ത വ്യക്തി എന്ന് ഈ ഒരു വ്യവസായി വീണ്ടും സ്ഥിരീകരിക്കുകയായിരുന്നു. പിന്നീട് ഈ ഒരു വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തട്ടിപ്പല്ല നടന്നത്, അല്ലെങ്കിൽ അവിടെ നിന്നും ഉരുപ്പടികളാണ് അവിടെ നിന്നും കടത്തിയത് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒപ്പം തന്നെ ഈ ഒരു ഡി മണി എന്ന് പറയുന്നത് ഈ ഒരു മേഖലയിൽ ദാവൂദ് മണി എന്ന പേരിൻ്റെ ചുരുക്കപ്പേരായിട്ടാണ് ഈ ഒരു ഡി മണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു അന്വേഷണ സംഘം കണ്ടെത്തിയ ആൾ തന്നെയാണെന്ന് ഈ ഒരു വ്യവസായി അടക്കം സ്ഥിരീകരിക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡി മണിയും ഈ അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘവുമായിട്ടുള്ള ബന്ധം കൂടി ഇനി അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിൽ വരും. ഒപ്പം കൂടുതൽ, അതായത് ഈ ഒരു രാഷ്ട്രീയ തലത്തിൽ പതുക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു രാഷ്ട്രീയ തലത്തിലടക്കം അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു അന്വേഷണം കൂടുതൽ ഗൂഢാലോചനയുടെ ഭാഗങ്ങളിലേക്ക് അടക്കം കടക്കാനുള്ള സാധ്യതയുണ്ട്. എൽദോ റൈറ്റ്, സാരംഗ് സുധാകരൻ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത് കർണാടക ഹുൻസൂരിൽ ബൈക്കിലെത്തിയ 3 അംഗ സംഘം തോക്കു ചൂണ്ടി
10 കോടിയോളം രൂപ വില വരുന്ന വജ്രാഭരണങ്ങൾ കവർന്നു എന്നുള്ളതാണ്. സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയിലാണ് കവർച്ച നടന്നത്. പ്രതികൾ കേരളത്തിലേക്ക് കടന്നുവെന്നാണ് സൂചന. സംഭവത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറിയിലാണ് ഈ കവർച്ച. KV ബൈജു വിവരങ്ങൾ ചേരുന്നു. ബൈജു, എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്? എൽദോ, ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ സിനിമാ സ്റ്റൈലിൽ ഒരു കവർച്ച നടക്കുന്നത്. അതായത് മൈസൂർ ജില്ലയിലെ ഹുൻസൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, പ്രധാനമായും ബൈപ്പാസിന്റെ അടുത്താണ് ഇത്തരത്തിൽ ഞായറാഴ്ച വൈകിട്ടോടു കൂടിയാണ് ഇങ്ങനെ ഒരു കവർച്ച നടക്കുന്നത്. ഇത് എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളിയുടെ ഉടമസ്ഥയിലുള്ള സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. ഇതിപ്പോൾ പ്രാഥമികമായി മാത്രം നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 10 കോടിയോളം രൂപയുടെ ഈ വജ്രാഭരണങ്ങൾ ഇവിടെ നിന്നും കവർ ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിൽ 3 അംഗ സംഘം ഉണ്ടെന്നായിരുന്നു നേരത്തെ വിവരം ലഭിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസ് 5 അംഗ സംഘമാണ് ഇത്തരത്തിൽ കവർച്ച നടത്തിയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് 2 ബൈക്കുകളിലായി എത്തിയ ഹെൽമറ്റും അതുപോലെ തന്നെ മുഖംമൂടിയും ധരിച്ചെത്തിയ സംഘം ഇത്തരത്തിൽ ഈ കവർച്ച നടത്തുന്ന സമയത്ത് ഹെൽമറ്റും അതുപോലെ തന്നെ മുഖംമൂടിയും മാറ്റിയാണ് ഇവർ കവർച്ച നടത്തിയത്. ആ ദൃശ്യങ്ങളെല്ലാം CCTVയിൽ പതിച്ചിട്ടുണ്ട്. എന്തായാലും ഇവരുടെ ചിത്രങ്ങൾ പതിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ആരാണ് ഈ കവർച്ച സംഘം എന്നതിനെ കുറിച്ച് പോലീസിന് ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. കവർച്ച നടത്തിയതിനു ശേഷം ഈ സംഘം നേരെ കടന്നത് ഈ ഭാഗമണ്ഡലം വഴി കേരളത്തിലേക്കാണോ എന്നൊരു സംശയം പോലീസിനുണ്ട്. കാരണം ആ ഭാഗത്തേക്കാണ് ഇവർ ഇത്തരത്തിൽ ഈ കവർച്ചാ മുതലുമായി രക്ഷപ്പെട്ടത്. എന്തായാലും ഇവർ തോക്ക് ചൂണ്ടത് മാത്രമല്ല 2 തവണ നിറയൊഴിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ആർക്കും പരിക്കില്ല. ഈ അസ്കർ എന്ന് പറയുന്ന ഒരു മാനേജർ ഉണ്ടായിരുന്നു അവിടെ ആ സമയത്ത്. ആ മാനേജർ ഇവരെ കുറച്ച് പിന്തുടർന്നു, പക്ഷേ പിടികൂടാൻ സാധിച്ചില്ല. ഇവർ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന്റെ ഭാഗത്തേക്ക് മടിക്കേരി ഭാഗത്തേക്കാണ് ഇവർ പോയത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ സംഘം കേരളത്തിലേക്ക് കടന്നതായാണ് ഒരു പോലീസിന് ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം. അങ്ങനെ കേരളത്തിലെ പോലീസിന് സഹകരണത്തോടെയാണ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. ഈ സംഭവത്തിൽ പോലീസ് 5 പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഒരു സംഘം കേരളം കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ല അതിർത്തി പങ്കിടുന്ന ജില്ല ആയതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിലാണ് കൂടുതൽ പരിശോധന വ്യാപിപ്പിച്ചിട്ടുള്ളത്. രാജപുരം, അമ്പലത്തറ, കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഈ വിവരം ഇത്തരത്തിൽ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ അതിർത്തിയിലെ കരിക്കൈ ചെക്ക് പോസ്റ്റിൽ പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ കർണാടകയുടെ പല ഭാഗങ്ങളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഈ അടുത്താണ് ഈ ബാങ്കിലേക്ക് നിറയ്ക്കാൻ കൊണ്ടുവന്ന പണം, അത് കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ 2 പേരെ കൊലപ്പെടുത്തി തട്ടിയെടുത്തൊരു സംഭവം ഉണ്ടായത്. അങ്ങനെ നിരവധി സംഭവങ്ങളാണ് ഇത്തരത്തിൽ കർണാടകയിൽ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സംഘങ്ങൾക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഏതായാലും ഇത് കൃത്യമായി പദ്ധതി ആസൂത്രണം ചെയ്താണ് ഈ കവർച്ച നടത്തിയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ കട നല്ല തിരക്കുള്ള സ്ഥലത്താണ് ഉള്ളതെങ്കിലും ഞായറാഴ്ച അവിടെ മറ്റ് കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്ത ഒരു കടയാണ്, മലയാളിയുടെ കടയാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ ഒരു കവർച്ച നടന്നത്. അതും പട്ടാപ്പകൽ ഇങ്ങനെ ബൈക്കിലെത്തി കവർച്ച നടത്തുന്നു. ഇതിനകത്ത് CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. ഇവരുടെ മുഖം ഇതിൽ വ്യക്തമാണ്. ആ മുഖം മൂടിയും അതെല്ലാം മാറ്റി ഒരു ഹെൽമറ്റ് അവിടെ കടയിൽ തന്നെ വെച്ചാണ് ഈ സംഘം മടങ്ങിപ്പോയത്. 2 തവണ നിറയൊഴിച്ചു. പക്ഷെ ഭാഗ്യമുണ്ട്, ജീവനക്കാർക്ക് ആർക്കും വെടിയേറ്റില്ല. ഏതായാലും അവർ ഭയന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. എല്ലാം പുതിയ സ്റ്റാഫുകളായിരുന്നു. ഈ ഹുൻസൂർ ബൈപ്പാസിന് സമീപമാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത്. സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്ന് പറയുന്ന വജ്രാഭരണം ഉൾപ്പെടെ വിൽപ്പന നടത്തുന്ന പുതിയൊരു ഷോറൂമാണ്. ഇവർക്ക് നിരവധി ശാഖകളുണ്ട്. മലയാളി കൂടി പാർട്ണറായിട്ടുള്ള മലയാളി ഉടമസ്ഥയിലുള്ള ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം. അങ്ങനെ ഈ പട്ടാപ്പകൽ നടന്ന ഒരു കവർച്ചയാണ്. ഏതായാലും ഇതിന്റെ ഞെട്ടലിൽ നിന്നും ഇപ്പോഴും ഇവ വിട്ടുമാറിയിട്ടില്ല. ഏതായാലും പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ സംഘത്തെ ഉടൻ പിടികൂടാനാകുമെന്ന് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ അറിയിച്ചത്. ഏതായാലും ഈ ഉടമയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് ആ സമയത്ത് തന്നെ പോലീസ് പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് കൂടുതൽ സ്വർണം ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു എന്ന ഒരു നിഗമനമുണ്ട്. അത് ഏതായാലും കൃത്യമായ കണക്കുകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. 10 കോടിയോളം രൂപയുടെ എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷെ അതിലും ഏറെ സ്വർണ്ണാഭരണങ്ങൾ, അതായത് ആ കടയിലുണ്ടായിരുന്ന മുഴുവൻ സ്വർണ്ണാഭരണങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഈ സംഘം കൈക്കലാക്കുകയും അതെല്ലാം CCTV ദൃശ്യങ്ങൾ കാണാം. മിനിറ്റുകൾക്കകമാണ് ഇവിടെ നിന്നും പിന്നീട് ഇവർ കടന്നു കളയുന്നത്. അത് ഇരുചക്ര വാഹനത്തിൽ തന്നെ മടിക്കേരി ഭാഗമണ്ഡലം ഭാഗത്തേക്കാണ് വന്നത്. അതായത് കാസർഗോഡ് ജില്ല ഉൾപ്പെടുന്ന ആ പ്രദേശത്തേക്കാണ് വന്നത്. ഇത് വനപ്രദേശമാണ്. ഇനി ഏതെങ്കിലും വനപ്രദേശത്ത് ഇവർ തമ്പടിച്ച് നിൽക്കുന്നുണ്ടോ, അതല്ല കേരളത്തിലേക്ക് ഈ സംഘം കടന്നിട്ടുണ്ടോ എന്നതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇവർ ഹിന്ദിയും അതുപോലെ തന്നെ ഇംഗ്ലീഷും സംസാരിച്ചു എന്നാണ് അവിടുത്തെ ജീവനക്കാർ പറയുന്നത്. അതൊരു പക്ഷേ പോലീസ് തെറ്റിദ്ധരിപ്പിക്കാനാകാം അങ്ങനെ എന്ന് ഒരു നിഗമനമാണ് ഉള്ളത്. എന്തായാലും പരിശോധന കേരളത്തിലേക്ക് കൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അന്തർ സംസ്ഥാന, അതായത് കേരളത്തിൽ നിന്നുള്ള കവർച്ചക്കാരാണോ ഇതിന് പിന്നിൽ, അതല്ല വലിയ ഏതെങ്കിലും സംഘങ്ങളുണ്ടോ, അതൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും മുഖം
വ്യക്തമാണ്. പക്ഷേ ഇതാരാണ് എന്ന കാര്യത്തിൽ പോലീസിന് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഇതിൽ വളരെ ഗൗരവമായി തന്നെയാണ് പോലീസ് ഈ സംഭവത്തെ കാണുന്നത്. ഹനുമാൻ ജയന്തി ആയതുകൊണ്ട് തന്നെ പോലീസിന്റെ കൂടുതൽ ശ്രദ്ധ ആ ഭാഗങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു കവർച്ച നടന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ വിവരം പെട്ടെന്ന് അറിയാൻ സാധിച്ചില്ല. എല്ലാ പോലീസും ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഹുൻസൂറിൽ നടക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടെ സുരക്ഷാ ജോലി നിയോഗിച്ചവരായിരുന്നു. വൈകിയാണ് ഈ സംഭവം അറിയുന്നത്. പിന്നീട് പോലീസ് പരിശോധിക്കുമ്പോഴേക്ക് ഈ സംഘം വളരെ ദൂരം കടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും അതിർത്തി ചെക്ക് പോസ്റ്റ് ആ സമയത്ത് തന്നെ അടച്ചിട്ടു. പരിശോധന എല്ലാ വാഹനങ്ങളും പരിശോധന നടത്തി. പക്ഷേ ഇതുവരെ പ്രതികളെ ആരെയും തന്നെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇവരുടെ മുഖം എല്ലാം വ്യക്തമാണ്. അപ്പോഴും പ്രതികളെ ആരും ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. എൽദോ, ശരി, എന്താണ് വലിയൊരു കവർച്ചയാണ് അവിടെ നടന്നത്. ഹുൻസൂർ എന്ന പറയുന്ന സ്ഥലത്താണ്. ഹെൽമെറ്റ് ധരിച്ചെത്തിയാണ് അവർ എത്തിയത്. തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി കവരുന്നു. പക്ഷേ ആ ദൃശ്യങ്ങളിൽ ആ കവർച്ച നടത്തുന്ന ഒരാളുടെ മുഖമെങ്കിലും വ്യക്തമായി കാണാമെന്നുള്ളതാണ് രസകരം. എന്താണെങ്കിലും ഇത്രയും വലിയ കവർച്ച ആസൂത്രണം ചെയ്തവർ അങ്ങനെ മുഖം മൂടി മാറ്റി CCTV ഇല്ല എന്നൊക്കെ കരുതുമോ എന്നുള്ളതൊക്കെ സംശയകരമാണ്. എന്നുള്ള KV ബൈജുവാണ് ഇവർക്ക് നൽകിയത്. കാസർഗോഡ് നിന്ന് വലിയൊരു കവർച്ചയുടെ വിവരങ്ങളാണ് ബൈജു പങ്കുവച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാട് അതിഥി തൊഴിലാളി ഭാര്യയുടെ കഴുത്തറുത്തു. അസം സ്വദേശി ഗോവിന്ദാണ് ഇന്ന് ഉച്ചയോടുകൂടി ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. സ്വന്തമായി വയറ്റിൽ കുത്തിയ ശേഷം ഇയാളുടെ ഭാര്യയുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് വിവരം. രണ്ടുപേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇത് വാടകയ്ക്ക് താമസിക്കുകയാണ്. ആസാം സ്വദേശികളാണ്. 2 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇന്ന് രാവിലെ ഒരു മണിക്കൂറായില്ല ഈ പ്രിയയും ഗോവിന്ദും ഒരു പരസ്പരം കുത്തി എന്നാണ് അറിയുന്നത്. കത്തി കൊണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ അറിയില്ല. ബാക്കി ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. ഇപ്പോൾ രണ്ടുപേരെയും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പോലീസ് വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് വിനോദിൻ്റെയാണ്. അരുൺ മോഹൻ കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. അരുൺ, എന്താണ് സംഭവം? ഒരു വ്യക്തത വരുന്നില്ലല്ലോ. അതാണ് എന്തോ സംഭവം. അതായത് ഈ പറയുന്ന ആസാം സ്വദേശികളായ ദമ്പതികളാണ് ഗോവിന്ദനും പ്രിയ എന്നുള്ളത്. ഇവർക്ക് ഏറെക്കാലമായി തിരുവനന്തപുരത്ത് താമസിച്ചു വരികയായിരുന്നു. അതേസമയം പ്രിയ ഈ ഒരു ആൺ സുഹൃത്തിനോടൊപ്പം ഗോവിന്ദനെ ഉപേക്ഷിച്ച് കടന്നു കളയായിരുന്നു. തുടർന്ന് ഈ പറയുന്ന നെടുമങ്ങാട് സമീപത്ത് നെട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു വരികയായിരുന്നു. ഇവിടത്തേക്കാണ് ഇന്ന് ഗോവിന്ദൻ എത്തുന്നത്. പ്രിയയെ കാണുന്നു. പ്രിയയെ കണ്ടതിന് ശേഷമാണ് അവിടെ വെച്ച് ഈ ഒരു ആക്രമണം നടത്തുന്നത്. നേരത്തെ അവിടെ സമീപവാസി സംസാരിച്ചതുപോലെ കഴുത്തിൽ മുറിവേറ്റ നിലയിലായിരുന്നു ഈ പ്രിയയെ കാണുന്നത്. ഒപ്പം ഈ ഗോവിന്ദന്റെ വയറ്റിലും കുത്തേറ്റ ഒരു നിലയിലായിരുന്നു. ആദ്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഗോവിന്ദൻ വയറ്റിൽ കുത്തിയ ശേഷം ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ശേഷം അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേസമയം രണ്ടുപേരും തമ്മിലുള്ള പിടിവലിയും അവിടെ നടന്നു എന്നുള്ളതും പക്ഷേ എന്തായാലും അത് പോലീസ് വ്യക്തമാക്കാറുണ്ട്. ഇരുവരെയും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നെടുമങ്ങാട് പോലീസ് എത്തിയാണ് തുടർ നടപടികൾക്ക് നേതൃത്വം നൽകിയത്. എൽദോ, ശരി, ആൺ സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു ഈ പെൺകുട്ടി. ആ ഭാര്യയുടെ കഴുത്തിൽ കുത്തി സ്വയം മുറിവേൽപ്പിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും വളരെ നിഗൂഢമായിട്ടുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത് നെയ്യാറ്റിൻകരയിൽ. വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും ക്രിമിനൽ ബാലമുരുകൻ പിടിയിലായി. ട്രിച്ചിയിൽ നിന്നാണ് പോലീസ് ബാലമുരുകനെ പിടികൂടിയത്. പ്രതിയെ തെങ്കാശി കോടതിയിൽ ഹാജരാക്കി. നവംബർ 3-ാം തീയതിയാണ് ബാലമുരുകൻ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുന്നത്. 5 കൊലക്കേസ് ഉൾപ്പെടെ 53 കേസുകളിലെ പ്രതിയാണ് ബാലമുരുകൻ. ഡാനി പോൾ ചേരുന്നു. ഡാനി, അങ്ങനെ കുറേ നാളത്തെ അന്വേഷണമാണല്ലോ, അത് കേരള പോലീസിൻ്റെയും തമിഴ്നാട് പോലീസിൻ്റെയും എല്ലാവരെയും നോക്കൂത്തിയാക്കി ബാലമുരുകൻ്റെ രക്ഷപ്പെടലായിരുന്നു. എങ്ങനെയാണ് പിടികൂടിയത്? എവിടെ നിന്നാണ് എപ്പോൾ ഇനി കേരളത്തിലേക്ക് കൊണ്ടുവരുമോ? എൽദോ, കേരളത്തിലേക്ക് വൈകാതെ കൊണ്ടുവരും. കാരണം വിയൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുണ്ട്. അത് ജയിൽ ചാടി, അതായത് ജയിലിൽ എത്തിക്കുന്നതിന് മുൻപ് അവിടുന്ന് പോലീസുകാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നതടക്കമുള്ളൊരു കേസുകൾ നിലവിലുണ്ട്. പഴയ കേസുകൾ കൂടാതെ പുതുതായ ഒരു കേസ് കൂടി വന്നിരിക്കുന്നു. നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് വൈകാതെ തന്നെ വിയൂർ പോലീസ് അവിടെ തമിഴ്നാട്ടിലെത്തി കോടതിയിൽ നിന്ന് ബാലമുരുകന്റെ അപേക്ഷകളടക്കം നൽകിക്കൊണ്ട് ഏറ്റുവാങ്ങും. ഒപ്പം തന്നെയും അയാൾ രക്ഷപ്പെട്ട രീതി കഴിഞ്ഞ തവണ തന്നെ വലിയ രീതിയിലുള്ളൊരു ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു. തമിഴ്നാട് പോലീസിന്റെ അടക്കം സഹായം ഇതിനുണ്ടായിരുന്നു എന്നതെല്ലാം തന്നെ വലിയ രീതിയിൽ കേട്ട പഴി കേട്ടിരുന്നു. അതിനൊരു പ്രാശ്ചിത്തം
ഇപ്പോൾ ചെയ്തിരിക്കുകയാണ്. നിരന്തരമായ നിരീക്ഷണത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ ബാലമുരുകനെ തമിഴ്നാട് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇതിൽ ആദ്യ തവണ രക്ഷപ്പെടുമ്പോൾ തന്നെയും പോലീസ് ഇയാൾ ഇതിനു മുൻപ് സമാനമായ രീതിയിൽ പിടികൂടിയിരുന്നു. അതിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല ഇപ്പോഴും എന്നതാണ് ഇതിലൊരു കൗതുകം എന്ന് പറയുന്നത്. ഒരു കൊലപാതക കേസടക്കം 53 കേസുകളുള്ള കൊടും കുറ്റവാളിയൊക്കെ ആണെങ്കിലും രക്ഷപ്പെടുമ്പോഴും പിന്നീട് അയാളുടെ ഈ ഒളിച്ച താമസം എല്ലാം ഒരേപോലെ തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. മോഷ്ടിച്ചെടുത്ത ബൈക്കിൽ രക്ഷപ്പെടുകയാണ് ഇയാളുടെ ഒരു പതിവ് രീതിയായിട്ട് പറയുന്നത്. അത് തന്നെയായിരുന്നു തൃശ്ശൂരിലും ഉണ്ടായിരുന്നത്. മോഷ്ടിച്ച ബൈക്കുമായിട്ട് കടന്നു കളയുന്നു എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഇതിനുശേഷം ഇതിനു മുൻപ് പിടികൂടിയിരുന്നത് ഇയാൾ കുടുംബത്തിൽ ആരെയെങ്കിലും ടെലിഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ആ ഭാഗത്ത് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. വീടിന്റെ ഭാഗത്ത് കേന്ദ്രീകരിക്കുകയും മോഷ്ടിച്ച 2 വീലറിൽ അവിടെ സഞ്ചരിക്കുക പതിവായിരുന്നു. ഇതിനു മുൻപ് പിടികൂടുന്നത് അനുജന് ഈ ബൈക്ക് കൈമാറിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് ഈ ബൈക്കിലേക്ക് എത്തുകയും തുടർന്നാണ് ഈ ബാലമുരുകനിലേക്ക് അന്വേഷണം എത്തുകയെല്ലാം ചെയ്തത്. ഇത്തവണയും ഈ തെങ്കാശിക്കടുത്ത ഉള്ള സ്ഥലത്ത് ഇയാൾ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തുന്നത്. അവിടെ നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുചക്ര വാഹനവുമായിട്ട് ഇയാളെ പിടികൂടുകയും ചെയ്യുന്നത്. ഏതായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി വിയ്യൂർ പോലീസ് അതിന്റെ തുടർ നടപടികൾക്ക് വേണ്ടി തമിഴ്നാട്ടിലേക്ക് പോകും. തമിഴ്നാട് പോലീസിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം പ്രകാരമാണ് ഇയാളെ വിയ്യൂരിൽ നിന്ന് പോലീസ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. തമിഴ്നാട് പോലീസ് കൊണ്ടുപോകുന്നു. അവിടുത്തെ തെളിവെടുപ്പുകൾ പൂർത്തിയാക്കിയ ശേഷം തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നത്. തിരിച്ചെത്തിക്കുമ്പോൾ വിയ്യൂർ ജയിലിൽ എത്തുന്നതിന് മുൻപായിരുന്നു ഇയാൾ പോലീസുകാരുടെ പിടിയിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്നത്. അന്ന് വലിയ ആരോപണം ഉയർന്നിരുന്നതും പിന്നീട് അത് ശരിവെക്കുകയും ചെയ്തിരുന്നത് ഇയാളെ കയ്യാമം വെച്ചിരുന്നില്ല. ഒരു പ്രതിയെ കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോകോൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇയാളെ CCTV ദൃശ്യങ്ങൾ ഇയാൾ വളരെ സ്വതന്ത്രനായി നടക്കുകയും ഇവർക്കൊപ്പം ഭക്ഷണം കഴിച്ച് നീങ്ങുന്ന ദൃശ്യങ്ങളുമെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. അവർക്കിടയിൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെടുന്നത്. പിന്നീട് വളരെ വൈകിയാണ് കേരള പോലീസിനെ പോലും ഈ വിവരം അറിയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ബാലമുരുകൻ അറസ്റ്റിലായിരിക്കുന്നു. ഇനിയിപ്പോൾ വിയ്യൂർ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുന്നു. ശരി ഡാനി, ബാലമുരുകൻ വലിയ കണ്ണിങ് ആയിട്ടുള്ളൊരു ക്രിമിനൽ കൂടിയാണ്. കാരണം അയാൾ ഓരോ സമയം അദ്ദേഹത്തിൻ്റെ ഭാവം മാറും, മുഖഭാവം മാറ്റും, മുടി ചില സമയത്ത് മൊട്ടയടിക്കും, അങ്ങനെ പലതരത്തിൽ ഇങ്ങനെ കബളിപ്പിച്ച് മുങ്ങുന്നതിൽ വിദഗ്ധനായിരുന്നു ബാലമുരുകൻ. കുറച്ച് നാൾ മുമ്പാണ് ഒരു പാറയിടുക്കിൽ അയാളെ കണ്ടെത്തിയത്. പക്ഷേ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. കേരളത്തിലേക്ക് വിയ്യൂരിലേക്ക് ഉടൻ കൊണ്ടുവരികയും ചെയ്യും. സ്പോട്ട് ലൈവിന് സമയം പൂർണ്ണമാകുകയാണ്. വീണ്ടും നാളെ 2 മണിക്ക്.